ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്നലെ ഓൾറെഡി ഒരു Q&A ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു, ഇൻസ്റ്റയിൽ സ്റ്റോറി ആയിട്ടും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ടോട്ടൽ ഒരു 297 എത്രയും കൂടെ ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് റെസ്പോണ്ട് ചെയ്യണമല്ലോ, അതിനുള്ള ക്വസ്റ്റ്യൻ ആൻസറിനുള്ള ആൻസർ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇരുന്ന് വായിക്കുമ്പോൾ നമ്മുടെ വീഡിയോ ഒരുപാട് ലാഗാവും. പിന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം കൂടി സോർട്ട് ഔട്ട് ചെയ്തിട്ട് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്നാക്കിയിട്ട് തന്നെ കുറച്ച് സിമ്പിൾ ആക്കിയിട്ട് പറയാം. പിന്നെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻസ് വായിക്കാൻ പോകണം കേട്ടോ. റീനമ്മ ഇനി എന്താണ് ഇങ്ങോട്ട് വരിക? അമ്മ ശരിക്കും ഇന്ന് രാത്രി കയറി നാളെ രാവിലെ ഇവിടെ എത്തേണ്ടതേനു. അപ്പോൾ അവർക്ക് എന്തോ ഒരു എനിക്ക് തോന്നുന്നു എന്തൊരു ഫംഗ്ഷൻ ആണോ അറിയില്ല, എന്തായാലും 2 ദിവസം കഴിഞ്ഞിട്ട് വരും. റീനമ്മയെ മിസ് ചെയ്യുന്നുണ്ടോ? റീനമ്മേനെ മിസ് ചെയ്യുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും മിസ് ചെയ്യും. കാരണം അമ്മ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഇമോഷണലി ആ ഒരു ഇതിലെ കാര്യമല്ലേ. കാരണം അച്ഛൻ മരിച്ചതിന് ശേഷം അപ്പം അമ്മ മാത്രമല്ലേനു, അതിന് മുന്നേ ചെറുപ്പം തൊട്ട് ഞാൻ അമ്മേൻ്റെ ഒപ്പം തന്നെ ജയിച്ചു. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എന്തായാലും മിസ് ചെയ്യും. പിന്നെ അരി വന്നിട്ട് ഇപ്പോൾ 2 വർഷമായിട്ടുള്ളൂ. പക്ഷേ എങ്കിൽ പോലും അരിക്ക് അമ്മ എന്ന് പറയുമ്പോൾ അവരുമോളെല്ലാവരും മോളെ പോലെ തന്നെയാണ്. അപ്പോൾ എന്തായാലും അരിക്ക് മിസ് ചെയ്യും. റീനമ്മയെ കല്യാണം കഴിച്ചത് എവിടെയാണ്? എവിടേക്കാണെന്നല്ലേ? പത്തനംതിട്ടയാണ്. പത്തനംതിട്ടയിൽ ബീക്കോട്ടെ എന്ന് പറഞ്ഞൊരു സ്ഥലം, അവിടേക്കാണ്. റീനമ്മയെ കല്യാണം കഴിച്ച വീട്ടിൽ നിങ്ങൾ പോയി, അവിടെ ആരൊക്കെ ഉണ്ട്? ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കല്യാണത്തിന് മുന്നേ ആയിട്ടാണ് പോയത്. കല്യാണത്തിന് മുന്നേ പോയി ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ, വീടും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് പോയി നോക്കി. അവിടെ ഇപ്പം ആളും അനിയത്തി, അതായത് ആളാണ് വീട്ടിൽ, പിന്നെ തൊട്ടപ്പുറത്താണ് അനിയത്തിൻ്റെ വീടൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെ അനിയത്തിൻ്റെ വീട്ടിൽ ചേച്ചി, അനിയത്തി, അവരുടെ ഫാമിലീസ്, കുട്ടികൾ ഒക്കെ ആയിട്ടുണ്ട്. ആര്യ എൻ്റെ ആദർശ ഏജ് എത്രയാണ്? എനിക്ക് 23, ആദർശാന് 28. സൂര്യയും ആര്യയും തമ്മിൽ എത്ര ഏജ് ഡിഫറൻസ് ഉണ്ട്? ഞങ്ങൾ തമ്മിൽ 3 വയസ്സിന് വ്യത്യാസം ഉണ്ട് കേട്ടോ. ഹെൽത്ത് ഓക്കെ, നല്ല പോലെ ഓക്കെ ആയോ? ഹെൽത്ത് ഓക്കെ ആയി ചോദിച്ചു കഴിഞ്ഞാൽ ഹെൽത്തിന് വലിയ കുഴപ്പമില്ല. ഇനിയിപ്പോൾ ആഘോഷം കഴിഞ്ഞതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. പ്രശ്നം മീൻസ് അതെല്ലാം ഒരു 3-4 മാസം റെസ്റ്റ് എടുക്കണമല്ലോ. അപ്പോൾ അത് നടക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഹെൽത്ത് പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ അലർജി, മൂത്രച്ചൂട് അങ്ങനത്തെ കുറച്ച് ഇങ്ങനെ വന്ന് പോയോണ്ടിരിക്കുന്നത്. റീനമ്മ ഹാപ്പി ആണോ? അമ്മ ഹാപ്പിയാണ്, കുഴപ്പമൊന്നുമില്ല. അവിടെ നല്ലൊരു ചുറ്റുവട്ടവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അമ്മയെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഒറ്റയ്ക്കായതിൽ വിഷമമുണ്ടോ? റീനമ്മ പോയിട്ട് വിളിച്ചോ? അമ്മ ഡെയിലി വിളിക്കും. ഇപ്പം നേരത്തെയും വിളിച്ച് 2 വട്ടം ഇന്ന് രാവിലെ തന്നെ വിളിച്ച്. പിന്നെ ഒറ്റയ്ക്കായാലും വിഷമമുണ്ട് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒറ്റയ്ക്കായാലും വിഷമമുണ്ട്. കാരണം ഇപ്പം എന്താ പറയുക, അപ്പം അമ്മയുള്ള സമയത്ത് ഒരു വേറൊരു ഇതല്ലേ. കാരണം നമുക്ക് പിന്നെ സംസാരിക്കാനും അമ്മയുള്ളപ്പോഴാണ് ഞങ്ങൾ അമ്മയൊക്കെ പണി മാറ്റി കഴിഞ്ഞ് വന്നു വെച്ചാൽ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചിരിക്കും. അതുപോലെ തന്നെ രാവിലെ ആയാലും ഞങ്ങൾ പണികൾ ചെയ്യേണ്ട ഇടയിൽ അമ്മയുടെ ഹോസ്പിറ്റലിലത്തെ കാര്യങ്ങളും കുറേ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ അതൊക്കെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒറ്റയ്ക്കാകുമ്പോൾ അത് നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്ക് നിൽക്കണം എന്ന് ആഗ്രഹിച്ചവരല്ല. അതുകൊണ്ട് തന്നെ നമുക്കത് അക്സെപ്റ്റ് ആക്കാൻ കുറച്ച് ടൈം എടുക്കും. അല്ലാതെ നമുക്ക് ഒറ്റയ്ക്ക് നിൽക്കണം എന്ന് നല്ല ഇഷ്ടമുണ്ട് അങ്ങനെയുള്ള വെച്ചാൽ നമുക്ക് അമ്മ പോയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് വിഷമമോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ 3 പേരുമായിട്ട് ഇവിടെ ഹാപ്പി ആയിട്ട് സന്തോഷം ഒരു കോൾ വന്നതാട്ടോ. അപ്പോൾ നമ്മളിവിടെ 3 പേരും അത്രയും സന്തോഷത്തോടെ സമാധാനത്തോടെ ഒക്കെ പോയിട്ട് പെട്ടെന്ന് അമ്മ നമ്മുടെ അടുത്ത് നിന്ന് ഇങ്ങനെ മാറി വേറൊരു വീട്ടിൽ പോകുമ്പോൾ നമുക്കത് കുറച്ചൊക്കെ ഫസ്റ്റ് അക്സെപ്റ്റ് ആയി. ഇപ്പോഴും അതെ, നമ്മളിങ്ങനെ സെറ്റായിട്ട് വരുന്നേ ഉള്ളൂ. അതിന് ഇനിയും സെറ്റ് ആവണം. നമുക്ക് ഒരിക്കലും അമ്മ ഇവിടെ നമ്മളെ നോക്കി നിൽക്കണം, ഇനി നമ്മുടെ കുട്ടികളെ നോക്കി നിൽക്കണം എന്നൊന്നും നമുക്ക് ഒരിക്കലും നിർബന്ധം പിടിക്കാൻ പറ്റില്ല. അമ്മയ്ക്ക് നല്ലൊരു ലൈഫ് വേണം, അമ്മ സന്തോഷമായിട്ട് ഇരിക്കട്ടെ തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. റീനമ്മയുടെ ഹസ്ബൻഡിനെ പറ്റി പറയൂ. അയാളുടെ സെക്കൻഡ് മാരേജ് ആണോ? കുട്ടികളുണ്ടോ? ഹസ്ബൻഡിനെ പറ്റി പറയാറ് സീരിയസ്ലി നല്ലൊരു മനുഷ്യനാണ് കേട്ടോ. ഞാൻ സംസാരിച്ച് മാത്രമല്ല നമ്മളിപ്പോൾ കുറച്ച് സംസാരിച്ച് മൂപ്പരോട് നിൽക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും നല്ല ജെന്യൂൻ ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സുള്ള ആൾക്കാരാണ് അവിടെയൊക്കെ ഉള്ളത്. അപ്പം ബാക്കി കുഴപ്പമൊന്നുമില്ല. ആളുടെയും സെക്കൻഡ് മാരേജ് ആണ്. ആൾക്ക് കുട്ടികളുണ്ട്, 2 കുട്ടികൾ ഉണ്ട്. അപ്പോൾ കുട്ടികൾ ഇപ്പോൾ അവിടുത്തെ ഓരോ അമ്മേൻ്റെ പേരാണ്. രണ്ടാൾക്കും കൂടി ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തൂടെ, മൈൻഡൊക്കെ സെറ്റ് ആവാൻ? 2 കൂടി ട്രിപ്പ് പ്ലാൻ ചെയ്തോളൂ ചോദിച്ചാൽ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ പിന്നെ മൈൻഡൊക്കെ സെറ്റ് പറഞ്ഞാൽ ഇപ്പം ഒന്നാമത് എല്ലാത്തിൻ്റെയും ഒന്നിൻ്റെ പിന്നാലെ ഓരോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലായി പോയി. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ കഴിഞ്ഞ് കൂളാവട്ടെ, എന്നിട്ട് നമ്മൾ ട്രിപ്പൊക്കെ പോകുന്നുണ്ട്. അമ്മയുടെ കല്യാണത്തിന് അച്ഛൻ്റെ ഫാമിലി സഹകരിച്ചോ? അമ്മേൻ്റെ കല്യാണത്തിന്
അച്ഛൻ്റെ ഫാമിലി സഹകരിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിൽ കുറേ കാര്യങ്ങൾ ചിന്തിക്കാണ്ട് തീർച്ചയായിട്ടും എല്ലാവരും എതിർപ്പ് നിന്നിട്ടോ ഒരു പ്രശ്നമില്ല, നല്ലൊരു കാര്യമാണ്, നല്ലവണ്ണം വരട്ടെ, കാര്യങ്ങളൊക്കെ നോക്കുക, അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് ആരും ഇതിനെ ഓപ്പോസിറ്റ് ചെയ്തിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടോ ആനാക്കിയിട്ടൊന്നുമില്ല. പിന്നെ അവർക്ക് സഹകരിക്കാൻ എല്ലാവർക്കും എല്ലാത്തിനും ഒരു ലിമിറ്റില്ലേ. അതായത് ഇപ്പം അമ്മേൻ്റെ ഫാമിലി അച്ഛൻ്റെ ഫാമിലി രണ്ടാണ്. അപ്പം അമ്മേൻ്റെ ഫാമിലിക്ക് ഉൾക്കൊള്ളാവുന്നതിൻ്റെയും സഹകരിക്കാവുന്നതിൻ്റെയും അതിൻ്റെ ഒരു അടുത്തെത്തൂലല്ല ഇവർക്ക്. അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, അതിനാണ് അവർക്കാർക്കും പ്രശ്നമുള്ള കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. നമ്മുടെ മാരേജ് വീഡിയോ എന്താണ് നിങ്ങൾ ഇടാത്ത ചേച്ചി അത് വീഡിയോ? കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഒന്നാമത്തെ കേസ് എന്താ പറയുക, ഞാൻ ശരിക്കും ഈ ഒരു കല്യാണം കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഒന്നാമത് ഇത് പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് കല്യാണം. ഇത് നെഗറ്റീവ് ആണെന്ന് ഞാൻ പറയില്ല. കാരണം ഇന്നത്തെ കാലത്ത് ഇതൊക്കെ നല്ലൊരു കാര്യമാണ്. എത്രയോ ആൾക്കാർ എനിക്ക് വിളിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടും ഒക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി. കാരണം നല്ലൊരു തീരുമാനമാണ്, നല്ലോണം ആവട്ടെ, ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ. പക്ഷേ ഞാനിത് സംബന്ധിച്ചാൽ ഇതൊരു നമ്മളിപ്പോൾ എന്താ പറയുക, ഒരു സാധനം വിൽക്കുക എന്നുള്ള രീതിക്ക് നമ്മൾ ഈ ഒരു കല്യാണത്തിനെ കാണാൻ പാടില്ല എന്ന് ഞാൻ ആര്യൻ്റെ അടുത്ത് ആദ്യം പറയുന്നത്. കാരണം ഓൾറെഡി ഇവിടെ യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇടുന്ന, അപ്പോൾ നമ്മളിപ്പോൾ യൂട്യൂബിൽ വീഡിയോസ് ഇടുമ്പോൾ എന്താ പറയുക, ഈ എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്നത് ഒരാളെ തോൽവിയോ ഒരാളെ സങ്കടങ്ങളോ ഒക്കെയും കൂടുതലായിട്ട് കാണാൻ ആഗ്രഹിക്കുക. ഞാൻ അപ്പോൾ പറഞ്ഞാൽ നമുക്ക് വീഡിയോസ് എന്ന് പറഞ്ഞാൽ ചെറിയ സിമ്പിളായിട്ട് എന്തെങ്കിലും ഷോർട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഇടാം. വലിയ വീഡിയോസ് കല്യാണം കഴിയാൻ പോകണമെന്നുള്ള നമ്മൾ നിങ്ങളെ അറിയിച്ചൂലോ. അപ്പൊ ഈ ലോങ് വീഡിയോ ഒക്കെ ഇടുമ്പോൾ എന്ന് പറഞ്ഞാല് അവരുടെ ഓരോ മൊമെന്റ്സും നമ്മൾ ഒപ്പി എടുത്തിട്ടിടുക എന്നുള്ളത്. അവർക്കും ഉണ്ട് ഒരു ഫാമിലി മാത്രമല്ല എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇപ്പൊ ഒരാളെ ജീവിതം പക്ക അങ്ങോട്ട് കോപ്പി. ഇപ്പം ആ ഒരു സമയത്ത് അമ്മയ്ക്ക് വിഷമവും സങ്കടവും അതേപോലെ തന്നെ സന്തോഷവും പല ഇതുണ്ടാവും. അതെല്ലാം എടുത്തിട്ട് നമ്മൾ വീഡിയോ ആക്കിയിട്ട് ഇടുമ്പം അവിടെ സത്യം പറഞ്ഞാൽ ഒരുപാട് സംബന്ധിച്ചിടത്തോളം നമുക്കൊരു വിഷമമുള്ള കാര്യമാണ്. കാരണം അത് പിന്നെ എല്ലാവരുടെ അടുത്തേക്ക് എത്തുമ്പോൾ അപ്പം നമ്മളോട് പറഞ്ഞാൽ വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ സാധാ ഇപ്പം കുറേ ആൾക്കാർ പറഞ്ഞാൽ ജസ്റ്റ് കല്യാണം കാണണം എന്നൊക്കെ പറഞ്ഞോളൂ. ചെറിയ കല്യാണത്തിന്റെ സമയത്ത് ചെറിയ വീഡിയോ വീഡിയോ എടുക്കരുത് പറഞ്ഞാൽ ഇത് വെച്ചിട്ട് നമുക്കൊരു വലിയ വലിയ ഇതാക്കി കണ്ടന്റ് ആക്കിയിട്ട് ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് പറയുന്നത്. കാരണം അവരുടെ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒന്നും ഞാൻ അതിലേക്ക് കോപ്പി ചെയ്ത് കൊണ്ടുവരില്ല. അതിപ്പോ എന്താ പറയാ, ഞാൻ അങ്ങനെ പറയട്ടെ. അപ്പോൾ 1-2 ഈ ഇന്റർവ്യൂ പോലെയൊക്കെ വിളിച്ച് എന്തൊക്കെ ചോദിച്ചിട്ട്, പക്ഷേ ഞാൻ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇപ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ട് പോസിറ്റീവായിട്ടും പറയാൻ പറ്റിയ കാര്യം തന്നെയാണ്. പക്ഷേ ഇതിലും കുറേ നെഗറ്റീവായിട്ട് പറയുന്ന ആൾക്കാരുടെ അടുത്ത് പോയിട്ട് അങ്ങനെ കമൻസും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മളൊരു ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ നമ്മൾ ഈ ബബ്ബ പറയുമ്പോൾ കുറേ ആൾക്കാർ ചിന്തിക്കുക, ഇവനെന്താ അങ്ങനെ, അതിന് വിഷമമുണ്ടോ, അല്ലെങ്കിൽ ഇതൊരു തെറ്റായ കാര്യമാണെന്ന് ചിന്തിക്കുക. അങ്ങനെ ഒരു ചിന്തയാവണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ മെയിനായിട്ട് ഷോർട്സ് ഇടാൻ കാരണം എന്ന് വെച്ചാൽ ആദർശനം പറഞ്ഞിട്ടായിരുന്നു വീഡിയോ ഒന്നും ഇടണ്ട. ആ പറഞ്ഞ കാരണം ഇപ്പം ഞങ്ങൾ പോയിട്ടില്ലേ, ആദർശന ദൃശ്യച്ചെടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ ഒരു വ്ളോഗിൽ ഒന്നിലും ഉൾപ്പെടുത്തരുത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിട്ടോ. അപ്പോൾ പിന്നെ തോന്നി ഇനിയിപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ പറയാനവരുണ്ട്, ഇത് മോൻ്റെ തീരെ താല്പര്യമില്ലാതെയാണ് ഈ കല്യാണം നടത്തുന്നത്, എന്താ ആദർശ് പോയി ആര് പോയി എന്നുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും വരും. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് നമ്മൾ കല്യാണം ഒരു ഷോർട്സ് ആയിട്ട് ചെറിയൊരു ഷോർട്സ് ആയിട്ട് ഇട്ടത്. പിന്നെ എനിക്ക് കൂടുതലേക്ക് അതിനെ പറ്റിയിട്ട് ആ ഒരു സമയത്തേക്ക് ഇതിനെ എഡിറ്റ് ചെയ്യാനോ അതിനെക്കുറിച്ച് കുറേ ഷോർട്സ് കല്യാണത്തിൻ്റെ എല്ലാ ഷോർട്സും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. എന്താ പറയണ്ടേ, എന്താണ് പറയേണ്ടതൊന്നൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ കല്യാണ വീഡിയോ കുറേ ഇതായിട്ട് ആ ഒരു മൊമെന്റിൽ തന്നെ ഇട്ട് കഴിഞ്ഞു വെച്ചെങ്കിൽ നമുക്കൊരു മാനസികാവസ്ഥ എന്ന് പറയുമ്പോഴേക്കും അതിനെ പറ്റിയിരുന്നില്ല. അത് കാരണം ഞങ്ങൾ ഓൾറെഡി ആദർശൻ്റെ അടുത്ത് പറയുമ്പോൾ അങ്ങനെ വീട്ടിലെത്തി കല്യാണം കഴിഞ്ഞു എന്നുള്ളൊരു ജസ്റ്റ് ഒരു ഇൻട്രോ പറഞ്ഞിട്ടെങ്കിലും ഇടാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കുഞ്ഞൊരു 6-7 മിനിറ്റിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. റീനമ്മയുടെ മാരേജിന് ആര്യയുടെ ഫാമിലിയിൽ നിന്ന് ആരും വന്നിട്ടില്ലേ? അത് അവിടെ പിന്നെ അച്ഛനും അമ്മേനെ വിളിച്ചിട്ടുണ്ട്. സംഭവം സിമ്പിളാക്കിയിട്ട് കഴിച്ചൊരു കല്യാണമാണല്ലോ. അപ്പോൾ നമ്മളെല്ലാവരും വിളിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അച്ഛനും അമ്മേനെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് അച്ഛന് ഓൾമോസ്റ്റ് എന്തോ കാലിനെന്തോ വയ്യായിട്ടൊക്കെ നിൽക്കുന്ന സമയമാണ്, കുറച്ചായ അച്ഛന്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നിർബന്ധിക്കാൻ പറ്റില്ല. പിന്നെ സിമ്പിളായിട്ട് കഴിച്ച് ഇനി എപ്പോഴെങ്കിലുമൊക്കെ പോകണം. പിന്നെ റീനമ്മയ്ക്ക് സുഖമല്ലേ? സുഖമാണ്. റീനമ്മ എന്നാണ് തിരിച്ചു കോഴിക്കോട് വരുന്നത്? പറഞ്ഞല്ല നമ്മള്. റീനമ്മ ഇല്ലാണ്ട് 2 പേര് മാത്രമായി നിൽക്കുമ്പോൾ ഡിഫിക്കൽട്ടീസ് ഉണ്ടോ? ഡിഫിക്കൽട്ടീസ് ഉണ്ടോ വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഞാനിപ്പോൾ ഈവനിങ് ഒക്കെ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഇപ്പം ഇരുടാവുന്നവന് തിരിച്ച് വരണം. അതേപോലെ തന്നെ ഇപ്പം ഇന്നലെ ഞാനിപ്പോൾ ഒരു ആവശ്യത്തിന് പോയി. അപ്പോൾ അവിടെ കുറച്ച് ലാഗായിപ്പോയി, കുറച്ച് പണിയൊക്കെ കിട്ടിയപ്പോൾ ഇവളിൻ്റെ ഒരു നിരത്തി വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ടെൻഷനാണ്. കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോയെന്ന് നോക്കുമ്പോൾ എന്താ വെച്ചാൽ ഒന്ന് വേഗം വരും, എനിക്ക് പേടിയുണ്ട് നേരത്തെ വിളിച്ചതാണ്. അപ്പോൾ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഡിഫിക്കൽട്ടീസ് എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മളെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ 2 പേരേ ഉള്ളൂ. ഇനി നമുക്ക് ഡിഫിക്കൽട്ടീസ് കൂടുതൽ വരാനിരിക്കുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇവിടെ ഒരു വാവയ്ക്കായി കഴിഞ്ഞാലും അതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് പിന്നീടത്തേക്ക് ആലോചിക്കുമ്പോൾ
നല്ല ടെൻഷനുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഞാനും ആദർശേട്ടനും മാത്രമേ ഉള്ളൂ. പിന്നെ എൻ്റെ അമ്മയ്ക്ക് ഇവിടെ നിൽക്കണതിന് കുറച്ച് ലിമിറ്റേഷൻ ഉണ്ടാവും. കാരണം അമ്മ അവിടെ അച്ഛൻ ഉണ്ടല്ലോ വീട്ടിൽ ഓൾറെഡി. അപ്പം അമ്മ എന്തായാലും അച്ഛൻ്റെ ഒപ്പം തന്നെ നിൽക്കുള്ളൂ. അപ്പോൾ ഇവിടെ വന്ന് അതൊക്കെ ഒരു ആലോചിക്കുമ്പോൾ അത് കുറച്ചൊക്കെ നമ്മൾ കുറച്ച് ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇതാക്കുന്നു. നിങ്ങളുടെ രണ്ടുപേരുടെയും ഹാപ്പിയസ്റ്റ് മൊമെന്റ് ആൻഡ് സാഡസ്റ്റ് മൊമെന്റ്. എൻ്റെ ഞാൻ പറയാച്ചെങ്കിൽ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയതും ഏറ്റവും സങ്കടം തോന്നിച്ചതും ഒരു കാര്യമാണ്. കാരണം എനിക്കിപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ അബോർഷന് മുന്നേ നമ്മൾ സ്കാനിങ്ങിന് പോകുമല്ലോ. സ്കാനിങ്ങിൽ പോകുമ്പോൾ നമുക്കിങ്ങനെ ഉണ്ണീനെ ഇങ്ങനെ കാണിച്ചു തരും. അപ്പോൾ അത് ആ സമയത്തേക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. അതിന് മുന്നേ ഞാനിങ്ങനെ പ്രഗ്നൻ്റ് ആയ സമയത്തൊക്കെ സ്കാനിങ്ങിന് പോകുമ്പോൾ സംഭവം കണ്ടിരുന്നില്ല. ആ സമയത്തൊക്കെ എന്തോ ടെൻഷനോ അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം ഇതിൽ പോയപ്പോൾ കറക്റ്റ് കുറച്ചുകൂടി 3 മാസത്തോളം ആയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനൊക്കെ ശരിക്കും ഞാൻ കാണുമ്പോൾ അത് ഭയങ്കര സന്തോഷമായിരുന്നു. ഡോക്ടർ ഇങ്ങനെ പറഞ്ഞിരിക്കും, ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ സൂം ചെയ്തിട്ട് ഇങ്ങനെ കാണിച്ചു തരും, ഇതാണ് തലഭാഗം, ഇതാണ് ബാക്ക് ഭാഗം എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു തരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. അതേപോലെ തന്നെ ഏറ്റവും വിഷമിച്ചൊരു കാര്യമാണ് അത് ഇല്ലാതെയായപ്പോഴും ഭയങ്കര വിഷമമായി സഹിക്കാൻ പറ്റാത്തൊരു ഇത് തന്നെയായിരുന്നു. എന്താ പറയുക, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിഷമിച്ചതും അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു വിഷമം ഇല്ലാന്ന് തോന്നിപ്പോയ ഒരു അവസ്ഥ പറഞ്ഞാൽ അച്ഛൻ്റെതാണ്. കാരണം അച്ഛൻ ആക്സിഡൻ്റ് ആയിട്ട് ഓൾമോസ്റ്റ് ഒരു 1 വീക്ക് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഫുൾ ടൈം ആയിട്ട് അച്ഛൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ ആ നിന്നിട്ട് ഇവിടെ അത്രയും നിന്ന് അവസാനം അച്ഛൻ്റെ ബ്രീത്തും കാര്യങ്ങളൊക്കെ അച്ഛൻ്റെ ശരീരത്തിൽ നിന്ന് ഇത് ഫുള്ളായിട്ട് പോകുന്ന സമയത്ത് ഒരു അച്ഛൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ആ ഒരു ഫീൽ നമുക്ക് ഒരിക്കലും, അതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ ലൈഫിൽ ഭയങ്കര ഒരു ഷോക്ക് അടിച്ച് കുറച്ചൊക്കെ ഡൗൺ ആയി പോയത്. ഹാപ്പിയസ്റ്റ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം ജീവിതത്തിൽ എന്ത് കാര്യം ഹാപ്പി ആയിട്ട് നിൽക്കുന്നതൊക്കെ നല്ലൊരു മൊമെന്റ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ അതിലെടുത്ത് പറയാൻ മാത്രമല്ല, പിന്നെ സാഡായത് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം നമ്മൾ അത്രയും എന്താ പറയുക, ഇപ്പം ഫസ്റ്റിൽ 1-2 വട്ടമൊക്കെ അബോർഷൻ ആയപ്പോൾ പിന്നെ ഇത് ലാസ്റ്റ് ടൈമിൽ നമ്മളോട് പറഞ്ഞാൽ നമുക്ക് വന്ന് ഓവർ പ്രതീക്ഷ കൊടുക്കേണ്ട, ദൈവം സെറ്റ് ആവട്ടെ എന്ന് പറഞ്ഞു. അതിലിപ്പോൾ അത് ഓക്കെ ആയി. ഇപ്പോൾ നോക്കുമ്പോൾ മറ്റേ HCG വാല്യൂ ഒക്കെ പക്ക HCG വാല്യൂ, അതേപോലെ തന്നെ സൈസ് വരുന്നുണ്ട്. അപ്പം എല്ലാം ഓക്കെ. ഇപ്പോൾ ഞാനും എന്താ പറയുക മൈൻഡൊക്കെ ഒന്ന് സെറ്റായി അടിപൊളിയായിട്ട്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ബോത്ത്. ഞാൻ ഡിഗ്രി BSW ആയിരുന്നു, പാസ്സായതാണ്. ആദർശേട്ടൻ പറഞ്ഞോ. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്ത് പിന്നെ ITI പോയിൻ്റെനും അതും കഴിഞ്ഞ് പിന്നെ ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രി ഞാൻ ഇവിടെ കോഴിക്കോട് നമ്മളെ ആർട്സ് കോളേജിൽ ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഡിഗ്രീൻ്റെത് കുറച്ച് മീൻസ് ഒരു സെമ്മൊക്കെ ചെയ്ത് പിന്നെ ഞാനത് നിർത്തി. ആദർശേട്ടൻ്റെ ജോബ് ഇപ്പം എന്താ വർക്കിനൊന്നും പോകാത്തേന്? ഞാൻ ഓൾമോസ്റ്റ് വർക്ക് പറഞ്ഞാൽ ഇപ്പം പണ്ടൊക്കെ ഒരുപാട് ജോലിക്ക് പോയതാണ്. പിന്നെ അതിന് ശേഷം ഇപ്പം ലാസ്റ്റ് ടൈം ഞാൻ ഫിനാൻസിൽ മുത്തൂറ്റിലുണ്ടായിരുന്നു. ഞാൻ ഒരു കാര്യം പറയാനുണ്ട്. മുത്തൂറ്റിലാണ് പോകുന്നത്. ഇപ്പോൾ കുറേ പേരായി ചോദിക്കുന്നു ആദർശേട്ടൻ എന്താ ഫുൾ ടൈം വീട്ടിൽ, ആദർശേട്ടൻ എന്താ വർക്ക് ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദർശേട്ടൻ ഇപ്പോൾ ചെയ്യുന്നത് ട്രേഡിങ് അല്ല, ഇപ്പോൾ ചെയ്യുന്ന ട്രേഡിങ്ങിൻ്റെ ഒരു പ്ലാറ്റ്ഫോമാണ്. ഒരു ബിറ്റ്കോയിൻ്റെ ഒക്കെ പോലെ തന്നെ അത് നമുക്ക് ആവശ്യത്തിന് വരുമാനം കിട്ടും. അതേപോലെ തന്നെ അതിൽ തന്നെ മാർക്കറ്റിങ്ങിൻ്റെ ബേസ് ഒക്കെ ഉണ്ട്. അപ്പോൾ മാർക്കറ്റിങ്ങിൻ്റെ വരുമാനം ഒക്കെ പാടാകുമ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ജോബിന് പോയിനേക്കാളും അതിൻ്റെ 1-2 ഇരട്ടി ലെവലിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ വലിയ കുഴപ്പമില്ല. അപ്പം നമുക്ക് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നൊരു കാര്യമാണ്. ചേട്ടൻ പിന്നെ മുത്തൂറ്റിൽ റിസൈൻ ഇടാൻ കാരണം എന്ന് വേറെ വെച്ചാൽ അബോർഷൻ്റെ ഒരു സീനോടാണ്. എൻ്റെ ഒപ്പം നിൽക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അത്രയും എൻ്റെ ഒപ്പം നിൽക്കണം, എൻ്റെ എല്ലാ കാര്യവും നോക്കണം എന്നൊക്കെ വെച്ചിട്ടാണ് ചേട്ടൻ റിസൈൻ ഒക്കെ ഇട്ടുണ്ടായത്. പക്ഷെ അതും നമുക്കിങ്ങനെ അബോർഷനായി പോവുക ചെയ്തത്. കുറേ പേര് ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ആ അബോർഷൻ ആവണമെന്ന് അതുവരെ ആദർശേട്ടൻ റിസൈൻ ഇട്ട് എൻ്റെ ഒപ്പം നിന്നു. അന്ന് ചേട്ടൻ എന്തോ മീറ്റിങ്ങോ കാര്യങ്ങളൊക്കെ ആയിട്ട് ചേട്ടന് ഇവിടുന്ന് പോകേണ്ടി വന്നു. ആ സമയത്താണ് എനിക്ക് അബോർഷൻ ആയത്. എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ ആരുമില്ല. എന്നിട്ട് ഇവിടുന്ന് ദൃശ്യേച്ചി പിന്നെ ഇവിടെ ഒരു കസിനൊക്കെ കൂടിയിട്ടാണ് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും. ആ ഒരു സമയം തൊട്ട് ആദർശേട്ടന് ഈ ഒരു പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് എൻ്റെ ഒപ്പം എപ്പോഴും ഉണ്ടാവണം എന്ന് നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയ സമയം ആ ഒരു കുറച്ച് മാസം ആയപ്പോൾ തന്നെ എന്നെ എൻ്റെ വീട്ടിലാക്കി. ഞാൻ 3 മാസത്തോളം എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ എത്രയും എന്നെ ഹാപ്പിയായി നിൽക്കാനും എന്നെ എത്രയും കെയർ ചെയ്തിട്ടാണ് ഇപ്പോൾ എൻ്റെ ഒപ്പം വേണം, നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കണം എന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ ചേട്ടൻ ട്രേഡിങ്ങും കാര്യങ്ങളും ഒന്നാമത് ചേട്ടൻ ഇഷ്ടപ്പെട്ടൊരു ഫീൽഡാണിത്. അപ്പോൾ ചേട്ടൻ അത് സന്തോഷത്തോടെ നിൽക്കുന്നു, എൻ്റെ ഒപ്പം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ എനിക്ക് സന്തോഷം, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുക. അതൊക്കെ ആണ്. ഞാനും ഈ സമയത്തൊക്കെ സത്യം പറഞ്ഞാൽ ഇപ്പം ശരിക്കും ജോബ് റിസൈൻ ചെയ്ത് അബോർഷൻ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ പിന്നെ ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്കിപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനല്ലാണ്ട് പിന്നെ വേറെ ആരുമില്ല. അച്ഛനുണ്ടെങ്കിൽ പിന്നെ ഒരു കുഴപ്പമില്ല കേട്ടോ. കാരണം അച്ഛനുണ്ടെങ്കിൽ എനിക്ക് ഒരു 90% എനിക്ക് ഭയങ്കര റിലീഫാവും. കാരണം എന്ത് കാര്യത്തിൽ ഞാൻ ഇപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഇപ്പോൾ വേറെ ആരും ഇല്ലെങ്കിൽ ഞാൻ എവിടെ നിന്നെങ്കിലും ഓടിയെത്തണം. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അതൊക്കെ ഒരു ശോകമാണ്. തനിക്ക് വിഷമമാകാൻ വേണ്ടി ചോദിക്കുന്നതല്ലോ കേട്ടോ, നെഗറ്റീവായി എടുക്കരുത്. ഇത്രയും അബോർഷൻ ആവാനുള്ള മെയിൻ റീസൺ എന്താണെന്നൊരു ഷെയർ ചെയ്യാമോ?
ഇത്രയും അബോർഷനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഒരുവിധം എല്ലാ ടെസ്റ്റും ചെയ്ത് നോക്കിയതാ, ഒരു നമ്മളും ഇതേ ക്വസ്റ്റ്യൻ ഡോക്ടറെ അടുത്ത് ചോദിച്ചു, ഒരുപാട് വട്ടം ചോദിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ ഒരു എന്താ ജനറ്റിക് ടെസ്റ്റോ അങ്ങനെ എന്തോ പറഞ്ഞ ടെസ്റ്റ് കൂടി ചെയ്യാണ്ട്, അപ്പോൾ അതുകൂടി ഒന്ന് ജസ്റ്റ് നോക്കട്ടെ. പിന്നെ പറഞ്ഞാൽ ദൈവം തരുന്ന പോലെ തന്നെയല്ലേ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഈ പോസ്റ്റൊക്കെ ഇട്ട സമയത്ത് കുറേ ആൾക്കാരുണ്ട് 8-9 അബോർഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു കുട്ടിയൊക്കെ ആയിട്ട് ഹാപ്പിയാണ്, അപ്പോൾ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജിക്കുമ്പോൾ സംഭവം അത്രയേ ഉള്ളൂ. കാരണം നമുക്കൊരു സമയമുണ്ട്, ആ സമയത്തേ അത് നടക്കുള്ളൂ. എന്തായാലും അമ്മ വീട്ടിൽ വരുമ്പോൾ ഒരു വീഡിയോ ചെയ്യാമോ? തീർച്ചയായിട്ടും ചെയ്യാം. എല്ലാവരും ചോദിച്ചിട്ടുണ്ട്, മെസ്സേജ് അയച്ചിട്ടും ഒക്കെ എന്നാ വരുന്നത്, 100 മെസ്സേജാണ് എന്നാ വരുന്നത് വെച്ചിട്ട്. അപ്പോൾ അമ്മ എന്തായാലും വരുമ്പോൾ എന്തായാലും വീഡിയോ ചെയ്യാം. പൊന്നൂസ് ആരാ? പൊന്നൂസ് ആരാ ചോദിച്ചു കഴിഞ്ഞാൽ പൊന്നൂസിൻ്റെ അനിയനാണ്, മാമൻ്റെ മോനാണ്. ഇപ്പോൾ മാമൻ്റെ മോൻ എന്ന് പറയുന്നതിലും ബെറ്റർ ഞാനും ഓനും അത്രയും ബെസ്റ്റായിട്ട് നമ്മൾ ഓപ്പണായിട്ട് എനിക്കെന്ത് പറയാൻ പറ്റും, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഷെയർ ചെയ്യും. അതായത് നമുക്ക് പറയാൻ പറ്റുന്നതോ പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നൊരു അനിയനാണ്. അമ്മയ്ക്ക് എന്തെങ്കിലും സങ്കടം വീട്ടിൽ നിന്ന് ഉണ്ടായത് കൊണ്ടാണോ അമ്മ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്? ബിക്കോസ് അമ്മ ഒട്ടും തന്നെ ഇമോഷണൽ ആയോ സെന്റിമെന്റൽ ആയോ ഒന്നും കണ്ടില്ല. ആൻഡ് അനദർ ക്വസ്റ്റ്യൻ, റീനമ്മ അച്ഛനുമായിട്ടുള്ള ലൈഫ് ഒരിക്കലും എൻജോയ് ചെയ്തിട്ടില്ല എന്ന്. അതൊരൊറ്റ ക്വസ്റ്റ്യനാണ്. ഒറ്റ ക്വസ്റ്റ്യൻ, അതിന് ഉത്തരം പല ഉത്തരമല്ലേ പറയണ്ടേ, ഓരോന്നായിട്ട് വായിക്കുക. ഇപ്പൊ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് ചോദിക്കുന്നത്, അമ്മയ്ക്ക് എന്തെങ്കിലും സങ്കടം ഈ വീട്ടിൽ നിന്ന് ഉണ്ടായിട്ടാണോ അമ്മ ഈ ഡിസിഷൻ എടുത്തത്? ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അതിൽ 100% എന്താ പറയുക, അമ്മയ്ക്ക് ഇവിടെ നിന്ന് യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അത് എന്താ പറയുക, കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഞാൻ ആര്യനെ എങ്ങനെയാണ് നോക്കുന്നത് അതേപോലെ തന്നെ അമ്മേനെ നോക്കുന്നത്. അപ്പോൾ ഇവർക്ക് രണ്ടൊക്കെ ഒരേപോലെ തന്നെ. അതിപ്പോൾ ഏതൊരു വീഡിയോയിൽ കണ്ട്, അതായത് ഇപ്പോൾ വീഡിയോയിൽ എന്തോ പറയണ്ടേ, ഇപ്പോൾ മകന് അങ്ങനെ മരുമകളോട് അങ്ങനെ എന്തൊക്കെയോ പറയട്ടെ, അതായത് ഈ സീരിയലൊക്കെ കാണുന്നത് പോലത്തെ ഒരു സംസാരം. ഇപ്പം നമ്മളൊരു ഇപ്പം എന്താ പറയുക, നമ്മളൊരു ചാനൽ ഇതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ വൾഗറായിട്ട് നമ്മൾ സെൻറ്റിമെൻറ്റോ ഇമോഷണൽസോ കാര്യങ്ങളോ പറഞ്ഞ് വലിച്ചു കിട്ടാനുള്ളൊരു മെൻറ്റാലിറ്റി ഒന്നും എനിക്കില്ല. പക്ഷെ ആ വീഡിയോയിൽ ഞാൻ കണ്ടപ്പോഴല്ലേ ഇവരെ എന്തൊക്കെയാ പറയുന്നത് എനിക്ക് തന്നെ മനസ്സിലാവില്ല. നടുക്കുന്നിട്ട് ഞാൻ ഒരിക്കലും അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഇല്ല. അതിപ്പോൾ അമ്മയോട് ചോദിച്ചാലും മതി, ഇപ്പം ഇവളോട് ചോദിച്ചാലും പറഞ്ഞാലും എന്താ വെച്ചാൽ പറയാനുള്ളത് ഇപ്പോൾ ഇവളടുത്തും അമ്മയുടെ അടുത്തും ഒരേപോലെ തന്നെ. അതിലിപ്പോൾ ഞാൻ ഇവളോട് എന്തെങ്കിലും ദേഷ്യപ്പെടുമ്പോൾ അമ്മ വന്നിട്ട് അത് അങ്ങനെയല്ല മോനെ അത് ഇത് കൂളാക്കും. ഞാൻ അമ്മയോട് എന്തെങ്കിലും ദേഷ്യപ്പെടുകയാണെങ്കിൽ പോലും ഇവിടെ വന്നിട്ട് ഞങ്ങളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരു കുഴപ്പം, ഒരു 0 പ്രോബ്ലംസ് അവിടെ സീരിയസ്ലി. പിന്നെ പറഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ ഇവിടെ അബോർഷനായി ഹോസ്പിറ്റലിൽ ഒരാഴ്ച നിൽക്കേണ്ട സമയം വന്ന് ആ സമയത്ത് എന്താ പറയുക, അമ്മയ്ക്ക് ലീവ് കിട്ടൂല. അപ്പോൾ ഞാൻ തൃശ്ശൂരിൽ നിന്ന് അമ്മ വന്ന് ഓളപ്പുറം ഞാനും അമ്മയും ഇവളും കൂടി കഴിഞ്ഞു. അപ്പോൾ റീനമ്മയ്ക്ക് ആ സമയത്ത് ലീവ് കിട്ടിയില്ല, കിട്ടാത്തൊരു സാഹചര്യമായിട്ട് കിട്ടിയില്ല. പിന്നെ ആ ഒരു സമയത്ത് മാത്രമാണ് ഞാൻ ഈ വീട്ടിൽ അമ്മേനെ സത്യം പറഞ്ഞാൽ ഒറ്റയ്ക്കാക്കിയിട്ട് എനിക്ക് പോകേണ്ടി വന്നത്. പിന്നെ പറഞ്ഞാൽ ഇവിടെ ഒറ്റയ്ക്കാക്കി പോയാലും ഇവിടെ വന്ന് നിൽക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ടാണ് അമ്മ ഒറ്റയ്ക്ക് ആയത്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒരാഴ്ചത്തെ ഒരു പ്രശ്നം മാത്രം. ആ ഒരാഴ്ച ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങോട്ട് വന്ന് പോയിട്ടൊക്കെ ഉണ്ട്. എന്താ വെച്ചാൽ അമ്മേനെ ഒരിക്കലും ഒറ്റയ്ക്കാക്കിട്ടോ പിന്നെ അമ്മേനെ സങ്കടപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ മാക്സിമം അമ്മേനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണതാ. ഇപ്പൊ അമ്മയോട് നമ്മുടെ അടുത്ത് നമ്മളിപ്പോ അമ്മയോട് പണിക്ക് പോകണ്ട, വീട്ടിലിരിക്കും പറഞ്ഞാൽ അമ്മയുടെ ഇഷ്ടത്തിനാണ് അമ്മ ജോലിക്ക് പോകുന്നത്. നമ്മുടെ ചെറുപ്പം തൊട്ടേ അമ്മയ്ക്ക് ജോലിക്ക് പോയിട്ട് അമ്മയ്ക്ക് അത് വെറുതെ വീട്ടിലിരിക്കുമ്പോൾ അമ്മയ്ക്കും അത് മെന്റലി ഭയങ്കര ഡെസ്പാവുന്ന ഒരു കാര്യമാണ്. നമ്മള് വെറുതെ നമുക്ക് ഭയങ്കര ബോറിംഗ് ആയിരിക്കും. അപ്പൊ ഇവിടെ അങ്ങനെ വീട്ടിലൊരു പ്രശ്നം അമ്മ ഇഷ്ടപ്പെട്ടിട്ടാണ് ജോലിക്ക് പോകുന്നത്. അതുപോലെ തന്നെ അമ്മ ജോലിക്ക് പോയി വന്ന ഡാൻസിന് പോകുന്നു. അമ്മയ്ക്ക് അമ്മയുടെ ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അമ്മ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളൊക്കെ അതിന് സപ്പോർട്ടിങ് ആണ് കേട്ടോ. അമ്മയുടെ ഒപ്പം ഡാൻസിന് പോകണതും അമ്മേടെ ഡാൻസിന് അമ്മേന്റെ ഇവരെല്ലാരും പോകുമ്പോ അവരെ കൂടെ പോകുന്നതും ഒക്കെ നമ്മൾ തന്നെ. അതിലൊന്നും എന്താ പറയാ, ഇപ്പോൾ അറിയാൻ വേണ്ടിയിട്ടേക്കും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. പക്ഷെ എങ്കിലും പറയാണ്, സാധാരണ ഒരു വീട്ടിലുണ്ടാവുന്ന പോലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും ഇവിടെ വളരെ കുറവാണ്. കാരണം അമ്മയും ഇവിടെ തമ്മിൽ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് മെയിനായിട്ട് പോകുന്നത്. പിന്നെ എനിക്ക് എന്തെങ്കിലും ഒരു ദേഷ്യം വന്നാലും വിഷമം വന്നാലും ഒക്കെ കൺട്രോൾ ചെയ്യാനും ഒക്കെ ഞാനും പഠിച്ചിട്ടുണ്ട്. അമ്മ എന്ന് പറയുമ്പോൾ അമ്മ 8:15 പോയി കഴിഞ്ഞാൽ അമ്മ വരുമ്പോൾ 6:30-7 മണിയാവും. അതുവരെ ഞാൻ അവിടെ ഒറ്റയ്ക്കാണ്. അത് കഴിഞ്ഞിട്ട് അമ്മ പ്രാക്ടീസിന് പോവും. അപ്പോൾ നമുക്ക് അവിടെ തല്ലൂടാനും അതുപോലെ തന്നെ അമ്മായിമ്മ മരുമോള് പോരെടുക്കാനൊക്കെ നമുക്ക് ഇവിടെ ടൈമേ കിട്ടുന്നില്ല കേട്ടോ. ഇപ്പം നേരത്തെ ഒരു വീഡിയോ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഇത് പറയുന്നത്. റീനമ്മ അച്ഛനുമായിട്ടുള്ള ലൈഫ് ഒരിക്കലും എൻജോയ് ചെയ്തിട്ടില്ല എന്ന് ആദർശിന് തോന്നിയിട്ടുണ്ടോ? ഇറ്റ് വാസ് ബിക്കം എ സ്ട്രെസ്ഫുൾ ലൈഫ് വിത്ത് ഹിം. കാരണം ദൃശ്യയുടെ വീഡിയോയിൽ പറയുന്നുണ്ട് അച്ഛൻ സ്ട്രിക്റ്റ് ആയിരുന്നു എന്ന്.
അച്ഛൻ്റെ ഒപ്പം അമ്മ ഒരിക്കലും ഹാപ്പി അല്ല എന്നൊക്കെയുള്ള ചോദ്യമൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ ഓപ്പണായി പറയുകയാണെങ്കിൽ അച്ഛനും അമ്മയും നല്ല സ്നേഹ ബന്ധത്തിൽ തന്നെ മുന്നോട്ട് പോയത്. കാരണം ഇപ്പോൾ ചെറിയൊരു പ്രശ്നം മീൻസ് അതായത് ഒത്തുപോവായ്മയല്ല, അതായത് ഇപ്പോൾ എന്തെങ്കിലും പിന്നെ ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു ഇഷ്ടത്തിന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ അമ്മ അതിനെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അത് അമ്മ അച്ഛനോട് പോയി പറയുമ്പോൾ അച്ഛന് ചിലപ്പോൾ അത് ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സിമ്പിളായിട്ട് ഒരു സാധാ ഫാമിലി ഉണ്ടാവുന്ന ചെറിയ ഇത്, അല്ലാണ്ട് അവർ തമ്മിൽ നല്ല സ്നേഹത്തിൽ തന്നെയായിരുന്നു. അതിലൊന്നും ഒരു ഇതും വന്നിട്ടില്ല. പിന്നെ അച്ഛന് ദേഷ്യം കുറച്ച് കൂടുതലാണ്. അപ്പോൾ അത് ഏതൊരാൾക്കുള്ള പോലെ തന്നെ ദേഷ്യം ഉണ്ടാവും. പിന്നെ അച്ഛൻ നോക്കായികയോ അങ്ങനത്തെ ഒരു പ്രശ്നവും കിട്ടില്ല. കാരണം ആവശ്യത്തിലേറെ അച്ഛൻ നല്ലോണം, അതായത് നമുക്ക് പൈസ ഉള്ള സമയത്ത് നമ്മൾ മാക്സിമം ഹാപ്പി ആയിട്ട് തന്നെ നിൽക്കാൻ ശ്രമിക്കും. പൈസ ഇല്ലാത്ത സമയത്താണ് ഏതൊരാൾക്കും ദേഷ്യവും സങ്കടമൊക്കെ കൂടുക. അപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ നോർമലായിട്ട് ജീവിച്ച സമയത്ത് അച്ഛൻ്റെ കയ്യിലുള്ള പൈസ വെച്ചിട്ടല്ലേ നമ്മളെ നോക്കാൻ പറ്റുള്ളൂ, അല്ലാണ്ട് കുറേ ഇല്ലാത്ത പൈസ വെച്ചിട്ട് നോക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് അച്ഛൻ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് നിന്നിട്ടുണ്ടെങ്കിലും അതിന് ശേഷം അച്ഛന് ആവശ്യത്തിന് ഒരു സാമ്പത്തികപരമായിട്ട് നല്ല രീതിക്ക് വന്നപ്പോൾ അച്ഛൻ നല്ല രീതിക്ക് തന്നെ നോക്കിയിട്ടുണ്ട്. പിന്നെ അമ്മേനെ എൻ്റെ അടുത്ത് കുറേ വട്ടം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ആദർശേൻ്റെ തല മസാജ് ചെയ്ത് കൊടുക്കുമ്പോഴും നഖം വെട്ടി കൊടുക്കുമ്പോഴും ആദർശേൻ്റെ ഓരോ കാര്യങ്ങളും എടുത്ത് ചെയ്ത് കൊടുക്കുമ്പോൾ അമ്മ പറയും ഇതേപോലെ തന്നെയായിരുന്നു ആദർശേൻ്റെ അച്ഛൻ. അമ്മ എല്ലാ കാര്യങ്ങളും അമ്മ അങ്ങനെ ഒരു കുഞ്ഞു കുട്ടീനെ എങ്ങനെയാണ് നോക്കണത് അതേപോലെ തന്നെയാണ് അമ്മ നമ്മുടെ ദിനച്ചനെ നോക്കിയിരുന്നേന്നൊക്കെ. അപ്പോൾ അവർ തമ്മിൽ അത്രയും അമ്മ അങ്ങനെ രണ്ടുപേരും തമ്മിൽ അത്രയും ഇഷ്ടത്തോടെയും അത്രയും ഇതായിട്ട് തന്നെയാണ് ജീവിച്ചിരുന്നത്. പിന്നെ എനിക്ക് വലിയ അറിവില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നിട്ട് 2 വർഷമേ ഉള്ളൂ. എൻ്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞതിന് ശേഷമാണ് അച്ഛൻ മരിച്ചത്. അപ്പോൾ എനിക്ക് അറിയണേക്കാളും കൂടുതൽ മക്കൾക്ക് അറിയാമല്ലോ. യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണം യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മളെ കല്യാണം ഉറപ്പിച്ച സമയത്ത് തൊട്ടേ ഇവള് യൂട്യൂബ് ചാനൽ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ആ സമയത്ത് എന്താ പറയുക ഇതിനെ പറ്റിയിട്ട് വലിയൊരു ഐഡിയ ഒന്നുമില്ല. പിന്നെ ഇവള് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ വീഡിയോസ് ഇട്ടപ്പോൾ അങ്ങനെ റീച്ച്. സാധാരണ ഞാൻ കല്യാണത്തിന് മുന്നേക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ചെറിയൊരു വീഡിയോ പോസ്റ്റൊക്കെ ഇട്ടാലും ഒക്കെ 100-200 ഒക്കെ ലൈക്ക് കിട്ടുന്ന സമയത്ത് ഇവളിങ്ങനെ പിന്നെ ഞങ്ങൾ ഒരു പോസ്റ്റ് എടുത്തോണ്ട് ചിലപ്പോൾ മില്യണൊക്കെ വരുന്നുണ്ട്, എത്രയോ ഇതൊക്കെ വരുന്നപ്പോൾ ഞാനും നോക്കിയിട്ട് എന്താ സംഭവം. അപ്പോൾ പിന്നെ നമ്മൾ ഒന്ന് സെറ്റപ്പ് ഭയങ്കര ഒരു ഹാപ്പി. അപ്പോൾ പിന്നെ അങ്ങനെ ചെയ്ത് പിന്നെ മോണിറ്റൈസേഷൻ ആയി. പിന്നെ അപ്പോൾ ഇതൊരു വരുമാനം എന്നുള്ള രീതിയിൽ നമ്മൾ കണ്ടിട്ടല്ല തുടങ്ങിയത്. നമ്മളൊരു ഹാപ്പി ആയിട്ട് നമ്മളെ മൊമെന്റ്സ് അവിടെ പിക്ചറൈസ് ചെയ്ത് വെക്കാന്നുള്ള രീതി തുടങ്ങിയത്. ഞാനും ഒരിക്കലും യൂട്യൂബ് ചാനൽ വലിയ സംഭവമാക്കണമെന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അത് മുന്നേ കല്യാണത്തിന് മുന്നേ ഇങ്ങനെ അവരെ ചെയ്യാം. അപ്പം ഇങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് ചെയ്യാന്നൊക്കെ വെച്ച് നിന്നു. പിന്നെ ഞങ്ങൾ ഇൻസ്റ്റയിൽ കല്യാണ സമയത്ത് കുറച്ച് കണ്ടന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടായിരുന്നു. അതിന് കുറേ മില്യണൊക്കെ പോകുമ്പോൾ ആ സംഭവം അതേപോലെ ഞാൻ അടുത്ത് യൂട്യൂബിലിട്ട് അതും യൂട്യൂബിലും മില്യണൊക്കെ അടിച്ചപ്പോൾ പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് കൂടി. പിന്നെ മോണിറ്റൈസേഷൻ ആയി. അത് കഴിഞ്ഞിട്ട് റീയൂസ് കണ്ടന്റ് ഒക്കെ ഇട്ടിട്ട് 1 വർഷത്തോളം ഞാൻ ഒന്നും ചെയ്യാതിരുന്നിട്ടുണ്ട്. പിന്നെ വീണ്ടും വീഡിയോ ഇട്ട് തുടങ്ങിയപ്പോൾ അതിനും റീച്ച് കിട്ടി. പിന്നെ ഇപ്പോൾ നമുക്ക് ഒരു റവന്യൂ ഒക്കെ കയറി തുടങ്ങി. അപ്പോൾ അതങ്ങനെ പോകുന്നു. എന്നോടൊരു ഹായ് പറയാമോ? മൈ നെയിം ഈസ് അർച്ചന. അപ്പൊ ഹലോ. ഇതേപോലെ കുറെ മെസ്സേജ് ഒരാൾക്ക് മാത്രമല്ല ചോദിച്ചിട്ടുള്ള എല്ലാവർക്കും നമ്മൾ അതാണ് കേട്ടോ. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പൊ ഒരു 298 എത്രയോ സംതിങ് വന്നിട്ടുണ്ട്. അതിലെ ഫുൾ മിക്കതും ഹായ് പറയാണ്, നമ്മളെ ഒരുപാട് ഇഷ്ടമാണ്, നമ്മുടെ ഫാമിലി ഇഷ്ടമാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ മെസ്സേജ് വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് അതൊക്കെ ഇരുന്ന് വായിക്കുമ്പോൾ നമ്മുടെ വീഡിയോ ഭയങ്കരമായിട്ട് ബോറാവും, ഒരുപാട് ലേഖവും. അത് കാരണം ഞാൻ അങ്ങനെ അതൊക്കെ സ്കിപ്പ് ചെയ്ത് വിട്ടേക്കാട്ടെ. നിങ്ങളൊന്നും വിചാരിക്കരുത്. ചേച്ചി നിങ്ങളുടെ വീഡിയോ കാണാറുണ്ട്, ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങളുടെ ലവ് മാരേജ് ആണോ? നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ എന്തായാലും ചെയ്യുന്നതായിരിക്കും. ചേട്ടനെ കുറിച്ച് പറയോ? സപ്പോർട്ടീവ് ആണോ എല്ലാത്തിനും? ചേട്ടനെ കുറിച്ച് പറയാ, ചേട്ടൻ എല്ലാ കാര്യത്തിനും ഭയങ്കര സപ്പോർട്ടീവ് ആണ്, ഓവർ കെയറിങ് ആണ്, പിന്നെ കുറച്ച് പൊസസീവ്നെസ് ഉണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ എൻ്റെ എല്ലാ കാര്യം എനിക്കിപ്പോൾ പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് വന്നാലും ഇവിടെ എൻ്റെ അമ്മയുടെ റോള് എൻ്റെ അച്ഛൻ്റെ റോള് ഒക്കെ ഒരേപോലെ മാനേജ് ചെയ്യുന്നത് ആദർശനാണ്. ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ ആവുമല്ലോ. നമ്മളിപ്പോൾ അമ്മേനെ അച്ഛനൊക്കെ വിട്ട് വേറെ വീട്ടിലേക്ക് വരുമ്പോൾ അവരെ 2 പേരുടെയും സെയിം റോള് ചെയ്ത് തരുന്നത് അവരുടെ ഭർത്താക്കന്മാരെങ്കിലും ആ ഒരു കാര്യത്തിന് ആദർശനെ വിട്ട് നിൽക്കാനേ എനിക്ക് പറ്റില്ല. ഇപ്പോൾ ആദർശന ഒരു 10 മിനിറ്റ് അങ്ങനെയും പോയാൽ തന്നെ എനിക്ക് ഭയങ്കര എന്താവോ ആദർശനം വന്നാലേ എനിക്കൊരു ഹാപ്പിനെസ് കിട്ടത്തുള്ളൂ. അങ്ങനെയാണ്. എല്ലാ കാര്യത്തിലും സപ്പോർട്ടീവാണ് കേട്ടോ. എല്ലാ ഇതിനും എൻ്റെ ഒപ്പം നിൽക്കും. അങ്ങനെ ദിവസം കുറേ നാളായി ആര്യ വീഡിയോസ് എല്ലാം കാണുന്നുണ്ട്. അമ്മയുടെ കല്യാണം നടത്തിയത് നല്ല കാര്യമായി. പിന്നെ ആര്യ നല്ലൊരു മരുമകളല്ല, അമ്മയുടെ മകളാണെന്ന് മനസ്സിലായി. അമ്മയെ സ്വന്തം അമ്മയെ പോലെ കണ്ട് സ്നേഹിക്കുന്ന നല്ല മകൾ, നല്ലൊരു ഫാമിലിയാണ്. ഇനിയും നല്ല വീഡിയോസ് ഇടണം. അമ്മയെ പോയിട്ട് വിളിച്ചോ, സന്തോഷമായിട്ടിരിക്കുന്നു. ഒരു പോസിറ്റീവായിട്ടുള്ള കമൻറ്റ്. സത്യം പറയാൻ കുറേ പേര് അങ്ങനെയും പറയുന്നുണ്ട്, കുറേ പേര് ഇപ്പം നെഗറ്റീവായിട്ടും പറയുന്നുണ്ടെന്ന് ഞാനിപ്പോൾ ഇന്നൊരു വീഡിയോ കണ്ടപ്പോഴാട്ടോ എനിക്ക് തോന്നിയത്.
കാരണം നമ്മുടെ വീഡിയോസ് സ്ഥിരം കാണുന്ന ഒരാളാച്ചെങ്കിൽ ഇപ്പം ഞാനിപ്പോൾ ഈ വീട്ടിൽ ഒരു പണിയും ചെയ്യാതെ അതോ എനിക്ക് തോന്നിയ സമയത്ത് ഞാൻ എനിക്ക് വരണതോ അങ്ങനെ ഞാൻ മിക്ക വീഡിയോസിലും പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും മാക്സിമം അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് അമ്മ ഇപ്പം എന്താ അമ്മയ്ക്ക് ചെയ്യാൻ പറ്റുന്ന പണിയോളം എന്താ അമ്മ ചെയ്യും, ഞാൻ ചിക്കൻ എന്താ ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾ ചെയ്യും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ പോണതാണ്. അല്ലാതെ ഈ വീട്ടിലിപ്പോൾ പണിയുള്ള പേര് പറഞ്ഞിട്ടോ അല്ലാതെ നേരത്തെ എനിക്ക് അങ്ങനത്തെ ഒരു സീനോ അല്ലാതെ നമ്മളൊരു പ്രശ്നമില്ലാതെ അത്രയും ഹാപ്പി ആയിട്ട് പോയത് തന്നെയാണ് കേട്ടോ. ആദർശേട്ടൻ വ്ളോഗ് ചെയ്യുമ്പോൾ എല്ലാം ഫോണിൽ തന്നെയാണല്ലോ. അത് ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പം നമുക്ക് കൂടുതലായിട്ട് ലെപ്പയ്ക്ക് വണ്ടീൻ്റെ കച്ചവടത്തിൻ്റെ സംഭവങ്ങൾ വരലുണ്ട്. അതേപോലെ തന്നെ ഈ ലൈവ് വീൽസ് അങ്ങനത്തെ കുറച്ച് സെയിൽസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതേപോലെ പിന്നെ നമ്മുടെ വർക്കിൻ്റെ മാർക്കറ്റിങ്ങിൻ്റെയും പിന്നെ ട്രേഡിങ്ങിൻ്റെ സംഭവത്തിൻ്റെ കുറച്ചൊക്കെ വരുമല്ലോ. അപ്പോൾ എല്ലാം കൂടി ഫോണിൽ തന്നെയാണ് കൂടുതലായിട്ടും. അപ്പോൾ മാക്സിമം ഫോണിൽ തന്നെയാണ് ഉണ്ടാവല്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എല്ലാം നിങ്ങൾ മറക്കണം, ഹാപ്പി ആയിട്ടിരിക്കണം. തീർച്ചയായിട്ടും എന്താ പറയുക, ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്നുള്ളത് എന്തായാലും ഇപ്പോൾ ജീവിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ വേണം. ഇപ്പം നമ്മൾ ഈ നെഗറ്റീവായിട്ട് ഇപ്പോൾ കുറേ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഇതത് അമ്മേൻ്റെ കല്യാണം നെഗറ്റീവാണെന്നല്ല കേട്ടോ, അതായത് ടോട്ടലായിട്ട് പറയാം എന്ത് നെഗറ്റീവ് വന്നാലും നമ്മളത് മാക്സിമം റിക്കവർ ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ്. പിന്നെ ഇത് അമ്മേൻ്റെ ഇപ്പം എന്താ പറയുക വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്, വിഷമം ഉണ്ടാക്കുന്നുണ്ട്, വിഷമം ഉണ്ടാവും ചെയ്യുന്നു. പക്ഷെ അത് വിചാരിച്ചിട്ട് നമുക്ക് ജീവിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഹാപ്പി ആയിട്ട് തന്നെ ജീവിക്കണം. ആദർശേട്ടന് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഇഷ്ടമുണ്ടായിരുന്നില്ലേ? എനിക്ക് യൂട്യൂബ് ചാനലിൻ്റെ സംഭവം ഒന്നും അറിയുന്നില്ലേനു. അതായത് ഇതിൽ കൂടെ ഇന്നത് ഇപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് അതായത് ഇപ്പം ഞാൻ അപ്പനോട് സംസാരിക്കുന്നുണ്ടെങ്കിലും ഞാൻ ഇഷ്ടപ്പെട്ടോട്ട് കൂടിയിട്ട് തന്നെ അല്ലാണ്ട് ആദ്യമൊക്കെ വല്ല പിടിച്ചൊലിച്ച് കൊണ്ടുവരും വീഡിയോ ചെയ്യാൻ പറയും. ഇല്ല ചെറിയ മക്കൾക്ക് ഇപ്പോൾ നമ്മൾ മറ്റേ മിഠായി കൊടുക്കും പോലെ എനിക്ക് ഒന്നുമില്ലെങ്കിൽ എന്നാൽ എനിക്ക് മുടി മസാജ് ചെയ്ത് തന്നാലും ഞാൻ വീഡിയോ എടുക്കാൻ വരാം അങ്ങനത്തെ ഒക്കെ അങ്ങനെ പറഞ്ഞു നടന്ന ഞാനാണ് ഇപ്പം സത്യം പറഞ്ഞാൽ അവളോട് ഞാൻ എന്തെങ്കിലും വീഡിയോ ചെയ്യാന്ന് പറഞ്ഞു വരുന്നത്. കാരണം ഇതൊരു വരുമാനത്തിനേക്കാളും കൂടുതൽ ഇപ്പോൾ സന്തോഷമാണ്. എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരെ കാണുമ്പോലും ഒന്ന് സംസാരിക്കുമല്ലോ നമ്മളടുത്ത്. ചേച്ചിയുടെയും ചേട്ടന്റെയും ഹോബീസ് എന്തൊക്കെയാണ് ഒന്ന് പറയാമോ? ചേച്ചിയെ ഒരുപാട് ഇഷ്ടം ഹോബീസ് എന്ന് പറയാ ഇപ്പൊ എനിക്ക് മെയിനായിട്ട് എന്താ പറയാ ഒന്നുമില്ല. എനിക്ക് സത്യം പറഞ്ഞ ഹോബീസ് പറഞ്ഞാല് ഭ്രാന്ത്. ഞാൻ പറയാം വണ്ടിയുടെ അലോയി നോക്കുക, ഓരോ സ്പെയർ കാര്യങ്ങളൊക്കെ നോക്കി അതിനാണ് ഞാൻ ഏറ്റവും കൂടുതൽ കച്ചറ ഉണ്ടാക്കാറ്. അത് എന്താ വെച്ചാലോ അപ്പൊ എനിക്ക് അതുപോലെ പറഞ്ഞ ഹോബീസ് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതല്ല വണ്ടി ഓടിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതായത് മാത്രമല്ല അപ്പം എൻ്റെ ഒരു പോളോ ഉണ്ട്. ഞാൻ ആ പോളോയിൽ നല്ല രീതിക്ക് ഫണ്ട് കയറ്റി ചെയ്തിട്ടുണ്ട്. അലോയില് കാര്യങ്ങളൊക്കെ ചെയ്തിപ്പോൾ ഇന്നലെ ഇപ്പോൾ സത്യം പറഞ്ഞ വണ്ടീൻ്റെ അലോയി ഞാൻ ഇപ്പോൾ കൊടുത്ത്. ഇനിയിപ്പം ഒന്നില്ലെങ്കിൽ എനിക്കെന്താ പറയുക എനിക്ക് ഓരോ നമ്മളിപ്പോൾ എന്തെങ്കിലും മാർക്കറ്റ് പ്ലേസിലൊക്കെ എന്താ കണ്ടാൽ ഇപ്പോൾ ഞാൻ വേറെ വണ്ടി എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ടൊക്കെ ഇപ്പോൾ വിളിച്ചു. അപ്പോൾ പറഞ്ഞ് വെറുതെ ഉള്ള പൈസ ഇതാക്കണ്ട, അങ്ങനെ ആക്കണ്ട അത് പറഞ്ഞിട്ട് എങ്ങനെ പിടിച്ചു വെച്ചതാ. ഞാൻ അപ്പം പോളോ കൊടുത്തിട്ട് വേറെ വണ്ടി എടുക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. നോക്കട്ടെ ചിലപ്പോൾ മുന്നൊക്കെ ഹോബീസ് ഉണ്ടായിരുന്നു. മുന്നൊക്കെ ഞാൻ ഒറ്റയ്ക്കിരുന്ന റീലൊക്കെ പാട്ട് പാടാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവളെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഇതായിട്ട് പോയി കഴിഞ്ഞാൽ കാണാം. ഇപ്പൊ എനിക്ക് അതൊക്കെ എന്തോ ചടപ്പാണ്. ഇപ്പൊ ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ല. അമ്മയുടെ ഏജ് ഇപ്പം 50. കുട്ടി നല്ലൊരു മരുമകളാണെന്ന് എനിക്ക് തോന്നുന്നു. നല്ല സ്നേഹമുള്ള മോളുടെ ഹസ്സിന് എന്താ ജോലി? ഇപ്പോൾ ഇതുപോലെയുള്ള കുട്ടികൾ കുറവാണ്. മോളോട് സ്നേഹം ഷീ വേൾഡ് ഞാൻ കാണിച്ചു കൊടുക്കും. ചോദിച്ചതൊക്കെ കുഴപ്പമൊന്നുമില്ല, നല്ല വരുവോളൊക്കെ തന്നെയാണ്. അതിലൊന്നൊരു കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ ചോദിച്ചിട്ടുള്ള ടോപ്പായി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസത്തേക്ക് സഹിക്കണം. അങ്ങനത്തെ കാര്യം വെച്ച് നോക്കൂടാ. അമ്മ ഹാപ്പിയാണോ? നിങ്ങളും ഇനി നിങ്ങൾ അങ്ങോട്ട് എന്നാ പോവാ? അമ്മ എന്നാ അങ്ങോട്ട് വരിക? അവിടെ അമ്മയുടെ വീട്ടിലായിരിക്കും നമ്മൾ പറഞ്ഞു. നമ്മൾ എന്തായാലും 1-2 ദിവസം കൊണ്ട് അമ്മ വരുന്ന സമയത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെറിയൊരു വീഡിയോ ഹാപ്പി ആയിട്ട് തന്നെ അങ്ങോട്ട് പോവാ. അവളിനി അങ്ങോട്ട് പോകാറിഞ്ഞാല് ഇവര് വന്നൊക്കെ പോയതിന് ശേഷം ഞാൻ എന്താ വിചാരിക്കുന്നത് വെച്ചാൽ ഇപ്പം എനിക്കിപ്പോൾ അവളെ വീട്ടിലെ തൃശ്ശൂര് അങ്ങനെയൊക്കെ കറങ്ങി ഒന്ന് അവിടെയൊക്കെ പോയിട്ട് എല്ലായിടത്തും പോയി വരണമെന്നുണ്ട്. അതിപ്പോൾ എന്തായാലും ഈ മാസം പോകും. റീനമ്മയ്ക്ക് 2 പെൺമക്കൾ. റീനമ്മ ഇനി നിങ്ങളുടെ വീട്ടിലേക്കാണോ വരിക അതോ റീനമ്മയുടെ സ്വന്തം വീട്ടിലേക്കാണോ പോകുക? കല്യാണം കഴിഞ്ഞിട്ട് പോകുന്ന കാര്യമല്ലേ. ശരി, റീനമ്മ അവിടെ പോയി, ഓൾറെഡി പോയി. ഇനിയിപ്പം അമ്മ വരണം. എന്താക്കുന്നത്? പിന്നെ ആര്യയുടെ വെയിറ്റ് എത്രയുണ്ട് ചോദിച്ചിട്ടുണ്ട്. വെയിറ്റ് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഞങ്ങൾ കുറച്ചുകൂടി അപ്ഡേറ്റ് ചെയ്യാണ്ട് വെയിറ്റ് എന്നിട്ട് പറയാം. പിന്നെ കുറെ പേര് ചോദിച്ചേക്കണത് ഇനി നെക്സ്റ്റ് പ്ലാൻ എന്താണ് എൻ്റെ കേട്ടോ. ഇനി പഠിക്കാൻ പോകുന്നുണ്ടോ, ഇനി അതോ വല്ല ജോലിക്ക് പൊക്കൂടെ എന്നൊക്കെ കുറെ പേര് ചോദിച്ചിട്ടുണ്ട്.
ഞാൻ പറയാച്ചെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യണേക്കാളും നല്ലത് നല്ല രീതിക്ക് ഒരു സ്മാർട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ജോലിക്ക് പോയി അവിടെ പോയിട്ട് 24 അല്ല നമ്മളിപ്പോൾ രാവിലെ തൊട്ട് പോയി ഒരു 5 മണിയാകുമ്പോൾ വീട്ടിൽ വന്നു, അവിടെ നിന്നിട്ട് ഒരാളുടെ അണ്ടറിൽ നിന്ന് കുറേ ചീത്തയും കേട്ട് അങ്ങനെയൊക്കെ നിന്ന് നമ്മൾ കുറേ ഒരു മാക്സിമം പോയി ഒരു 15 അല്ലെങ്കിൽ ഒരു 20 സാലറി വാങ്ങണേക്കാളും നല്ലത് നമ്മൾ വീട്ടിലിരുന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ആരും നമ്മളെ ഭരിക്കാൻ വരില്ല. നമ്മുടെ ഇഷ്ടപ്പെട്ട രീതിക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്ത് അതൊന്നൊരു ഇൻകം ഉണ്ടാക്കുമ്പോൾ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടട്ടോ. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് നമുക്കിപ്പോൾ കൊളാബറേഷൻ ആയിട്ടും അതുപോലെ തന്നെ സീരിയസ്ലി ഒന്നാമത്തെ ഫ്രീഡം ആണ് ഏറ്റവും കൂടുതൽ വലുത്. ഫ്രീഡം എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഒരു കല്യാണത്തിന് പോകാണ്ട്, ഒരു പാർട്ടി പോകാണ്ട്, 2 ദിവസം എവിടെയെങ്കിലും വീട്ടിൽ കൂടെ പോകാണ്ട്, ഇതിനൊന്നും ആരും ഓപ്പോസിറ്റ് അല്ല. നമുക്ക് ലീവ് ചോദിക്കേണ്ട ആവശ്യമോ കാര്യങ്ങളൊന്നുമില്ല. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതാണ് ബെറ്റർ തോന്നി. ഇപ്പം എനിക്കതിൽ ഇതായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകാനാണ്. എനിക്ക് ഇടയ്ക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഫാഷൻ ഡിസൈനിങ്ങിന് പോകണം, വേറെ എന്തെങ്കിലും ജോലിക്ക് പോകണം എന്നൊക്കെ തോന്നി. പക്ഷെ എനിക്ക് ഇപ്പോൾ നമുക്ക് കൊളാബറേഷൻ തന്നെ വല്ലവരും നമുക്ക് തന്നു കഴിഞ്ഞു വെച്ചാൽ നമ്മൾ 2 ദിവസം ഒരു ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞു വെച്ചാൽ അവർ നമ്മുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു എന്താ വീഡിയോ ഇടാത്തേ. അപ്പോൾ തന്നെ നമുക്ക് നമ്മൾക്ക് എന്തെങ്കിലും തിരക്കിൽ പെട്ടിട്ടാവും നമ്മൾ ഓൾറെഡി വീഡിയോ ഇടാത്തതുണ്ടാവും, എഡിറ്റ് ചെയ്യാനൊക്കെ സമയം കിട്ടാത്തതുകൊണ്ട്. അപ്പോൾ ആ ഒരു തന്നെ ഞാൻ വെച്ച് നോക്കുമ്പോൾ ഇനി നമ്മളിപ്പോൾ ജോലിക്ക് പോയി തുടങ്ങിക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ലീവ് വേണം, പിന്നെ ഒരാളുടെ അണ്ടറിൽ നിന്നിട്ട് ഇങ്ങനെ ഭയങ്കര അതൊക്കെ തോന്നുമ്പോൾ ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടം ഇപ്പോൾ ഈ ഒരു ഫീൽഡാണ്. ആരും നമ്മളെ ഭരിക്കാണ്ടാവില്ല, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് അതിനൊരു ഇൻകം ഉണ്ടാക്കുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യം തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കുറേ ആൾക്കാരോട് ചോദിച്ചിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ റാഗി വെള്ളത്തിൻ്റെ കാര്യം ചോദിച്ചിട്ടുള്ളത്. റാഗി വെള്ളം എങ്ങനെ സംഭവം അടിപൊളിയാണ്. പക്ഷെ ഇപ്പോൾ ഒരാഴ്ചയൊക്കെ ആയിട്ട് കല്യാണം നമ്മൾ വയനാട് അങ്ങനെ കുറേ തിരക്കായ കാരണം ഇപ്പം ഞാൻ കുറച്ച് നാളായിട്ട് അത് കുടിക്കാറില്ല. സംഭവം അടിപൊളിയാണ് കേട്ടോ. നമ്മൾ ജിമ്മിനൊക്കെ പോയി ഫുഡൊക്കെ ഡയറ്റൊക്കെ ചെയ്ത് ഈ സംഭവമൊക്കെ കുടിച്ച് കഴിഞ്ഞു വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് സെറ്റ് ആവാൻ പറ്റും. ഇപ്പോൾ ഞങ്ങൾ ജിമ്മിനും പോയിട്ട് ഏതാണ്ട് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഇനിയും അങ്ങടേലൊക്കെ പോകേണ്ടി വരും വെച്ച് നമ്മളിപ്പോൾ ഇനി അമ്മ വരേണ്ട സമയത്ത് നമുക്ക് ലീവ് എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ അടുപ്പിച്ച് ലീവ് എടുക്കണ്ട വെച്ചിട്ട് അടുപ്പിച്ച് ലീവ് എടുക്കാം, എന്നിട്ട് വീണ്ടും ഫസ്റ്റ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി ജിമ്മിലൊക്കെ പോയി തുടങ്ങണം, പെട്ടെന്ന് തന്നെ പോയി തുടങ്ങട്ടെ. കാരണം നമ്മൾ ജിമ്മിൽ പോയി തുടങ്ങിയപ്പോഴേക്ക് ഭയങ്കരമായിട്ട് ഫ്ലെക്സിബിൾ ആയതായിരുന്നു. കാരണം ഈ കുമ്പിട്ട അപ്പോഴേക്കും കാര്യം എനിക്ക് അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോഴേക്ക് ഒന്ന് ഫ്ലെക്സിബിളായി സെറ്റായി വരികയായിരുന്നു. ഇനിയിപ്പോൾ ഈ കല്യാണം തിരക്കും ഒക്കെ ഒന്ന് കഴിഞ്ഞു, ഇനി നമുക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണം കേട്ടോ, സെറ്റ് ചെയ്യണം. പിന്നെ കുറേ ആൾക്കാരുള്ള ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ ഇപ്പം ഞാനും അമ്മയും തമ്മിലുള്ള ബോണ്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടാണ് കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സീരിയസ്ലി ഇപ്പം എന്താ പറയുക, അപ്പോൾ ഞാൻ അമ്മയെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളിപ്പം ഒരു അമ്മ ഇപ്പോൾ ഒരു കുട്ടീനെ പ്രസവിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ആ കുട്ടി ഇപ്പം വലുതാവുന്നതനുസരിച്ച് പല ഇതുണ്ടോ. ഇപ്പോൾ കോളേജിൽ പഠിക്കാൻ ദൂരെ പോകേണ്ടി വരും, അതേപോലെ തന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ. പക്ഷെ ഞാനും അമ്മയും തമ്മിലുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഫുൾ അമ്മേൻ്റെ പരമായി, അതായത് ജീവിച്ചിട്ടുള്ളത്. ദൂരെ ഒരു കോളേജിൽ പോയിട്ട് പഠിക്കാൻ അങ്ങനത്തെ ഒരു കാര്യത്തിനും ഞാൻ പോയില്ല. കാരണം എന്താ വെച്ചാൽ ഒന്നാമത് അമ്മ ഒറ്റയ്ക്കാവുമോ എന്നുള്ളൊരു പേടിയാ. ഞാൻ അമ്മനെ അങ്ങനെയാണ് കൊണ്ടുവരുന്നത്. എന്താ പറയുക, അങ്ങനെ സ്നേഹിച്ചിട്ടും അതേപോലെ തന്നെ എവിടെ പോകണമെങ്കിലും അമ്മനെ ഞാൻ ഒറ്റയ്ക്ക് വിട്ടിട്ടേ ഇല്ല, അമ്മേൻ്റെ കൂടെ ഞാനാ പോയിട്ടുള്ളൂ. കാരണം അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലായിരുന്നു. അമ്മ തന്നെ എൻ്റെ അടുത്ത് കുറേ വട്ടം പറഞ്ഞിട്ടുണ്ട്, അമ്മേനെ വിട്ട് ആദർശേട്ടൻ പോവുകയേ ചെയ്യില്ല എന്ന്. കാരണം ഇവിടെ ദൃശ്യിച്ചൊക്കെ അമ്മമ്മയുടെ ഒപ്പൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് ചെറിയ കുട്ടിയാകുമ്പോൾ തൊട്ട് തന്നെ വെക്കേഷനൊക്കെ ദൃശ്യിച്ച് പോവും. ആദർശേട്ടൻ ഇതേ ബസ് സ്റ്റോപ്പ് വരെ ബാഗൊക്കെ ഇട്ട് പോവും. അത് കഴിഞ്ഞ് എൻ്റെ അമ്മ ഒറ്റയ്ക്കാവുമ്പോൾ ആദർശേട്ടൻ ഇങ്ങനെ ഓടി വരുമെന്ന്. അതുപോലെ തന്നെ ഇവിടെ വലിയമ്മമാരും ഒക്കെ അമ്മേൻ്റെ അടുത്ത് പറയാറുണ്ട് ഇത്രേ എന്നിട്ട് അമ്മയുടെ സാരിത്തുമ്പുമ്മ നടക്കണം മോനാണ് അങ്ങനെയൊക്കെ പറയാറുണ്ടെന്ന്. പിന്നെ ഇവർ രാവിലെ ആകുമ്പോൾ നമുക്ക് കൂടുതൽ അപ്പം അമ്മ പോരായ അമ്മ എന്ത് ചെയ്യും, ആദർശേട്ടൻ ഉറങ്ങണം. അപ്പം അമ്മ എൻ്റെ അടുത്താണ് പറയാ മോളെ നപ്പൂൻ ചെന്ന് വിളിക്കാം. അമ്മ കുറെ വിളിക്കും കേൾക്കില്ല. പക്ഷെ ഈ ഉറക്കത്തിൽ നിന്ന് എനിക്കുമ്പോൾ ആദർശേട്ടൻ ചിലപ്പോൾ ടെററായിട്ട് എനിക്കുണ്ടായി ഞാൻ ഒന്ന് ഉറങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നുണ്ടാവുക. അപ്പൊ അമ്മ എൻ്റെ അടുത്ത് പറയട്ടെ മോളെ നീ ഒന്ന് വിളിച്ചോക്ക്. ഇപ്പൊ ഞാനും അമ്മയും ഇപ്പൊ നല്ല കമ്പനിയാണ്. അതേപോലെ തന്നെ ഇപ്പൊ ഞങ്ങള് നല്ല ഫ്രണ്ട്സ് പക്ഷെ ചിലത്ത് ഞങ്ങൾ നല്ലോണം അടിയുണ്ടാവും. അടിയുണ്ടായാലും ഒരു 5 മിനിറ്റ് ഞങ്ങളുടെ അമ്മയുടെ ഏറ്റവും വലിയ പോസിറ്റിവിറ്റി അതാണ് കേട്ടോ. ഇപ്പൊ എന്തെങ്കിലും ഒരു ഇതുണ്ടായി കഴിഞ്ഞു വെച്ചാൽ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ അമ്മ അതൊക്കെ മറന്ന് അമ്മ ചിരിച്ച് മോളെ അല്ലെങ്കിൽ മോനെ അങ്ങനെയാണ്. ഇപ്പൊ ഞങ്ങളുടെ അടുത്തായാലും അതെ, ദൃശ്യേച്ചിയുടെ അടുത്തായാലും അതെ, ഒക്കെ അമ്മ അങ്ങനെയാണ്. എല്ലാവരുടെ അടുത്തും അങ്ങനെയാണ്. അമ്മ മുഖം കറുപ്പിച്ച് അങ്ങനെ നിൽക്കത്തേ ഇല്ല. പിന്നെ പറഞ്ഞാൽ രാവിലെ എല്ലാ ദിവസവും അമ്മ പഠിക്ക് പോകുമ്പോൾ രാവിലെ 8 സംതിങ്ങിന് അമ്മേൻ്റെ ബസ് ഉണ്ടാവുക. ഇപ്പം അമ്മ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അമ്മ നമ്മളേക്കും ഇവിടുന്ന് ബസ് അവിടേക്ക് 1 മിനിറ്റ് 2 മിനിറ്റ് ബാക്കി ഉണ്ടാവുള്ളൂ. നമ്മളവിടെ എത്തുമ്പോഴേക്കും സത്യം പറഞ്ഞാൽ ബസ് പോകുന്ന ടൈമേക്കും കൊളക്കടലിൽ അമ്മ പോലെ കൊളക്കട എന്ന് പറഞ്ഞ ബസ് ഉണ്ട് നമ്മളെ റൂട്ടിൽ. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഞാൻ അമ്മേനെ അവിടെ എത്താൻ നേരത്ത് അവിടെയുള്ള കുട്ടികളോട് ബസ് പോയി ചോദിച്ചാൽ ചിലപ്പോൾ ഒരു ബസ് ഇപ്പോൾ പോയിട്ടേ ഉള്ളൂ എന്നറിയും. അപ്പോൾ എങ്ങനെയായാലും അമ്മേനെ ബസ് കയറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 4-5 സ്റ്റോപ്പ് വരെ അപ്പുറത്തേക്ക് വരെ ഓടിച്ചിട്ട് അമ്മേനെ എത്തിച്ചു കൊടുക്കല്. അതേപോലെ തന്നെ വൈകുന്നേരം കൂട്ടാനും
അതൊക്കെ ലൈഫിൽ വല്ലാത്തൊരു മിസ്സിങ്ങാണ്. കാരണം ഇപ്പം ഞാൻ വൈകുന്നേരം ആ സമയമാകുമ്പോഴൊക്കെ ഇവളിങ്ങനെ കുളിച്ച് വിളക്കൊക്കെ കത്തിക്കും. അപ്പോൾ ആ സമയത്ത് അത് കഴിഞ്ഞാൽ ഇവള് ചായ വെക്കാൻ പോകും. അമ്മ വരുമ്പോഴേക്കും ഇവള് ചായ വെക്കാൻ പോകും. ഞാൻ അമ്മേനെ കൂട്ടി വരുമ്പോൾ കടിയൊക്കെ വാങ്ങിയിട്ട് വരും. ഞങ്ങളങ്ങനെ ഒരു ഹാപ്പിനും. അപ്പോൾ ആ സമയമൊക്കെ സത്യം പറഞ്ഞാൽ ആലോചിക്കുമ്പോണ്ടല്ലോ രാവിലെ ഞാൻ എണീക്കും. ഇപ്പം അമ്മേനെ കൊണ്ടാക്കുന്ന സമയത്തൊക്കെ എണീക്കുമ്പോൾ ഞാൻ ഫോണിൽ നോക്കും, സമയമൊക്കെ നോക്കും. അതൊക്കെ ഒരു വല്ലാത്തൊരു ഫീലാണ്. പിന്നെ എന്താ പറയുക, വല്ലാത്തൊരു മിസ്സിങ് ആണ് അമ്മ. പിന്നെ എന്താ പറയുക, എന്തോ ഒരു ഇത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റൂല. കാരണം ഒരു അമ്മയും മകൻ്റെയും ബോണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമുക്ക് എത്ര പറഞ്ഞറിയിക്കുന്നതിന് ലിമിറ്റും ഉണ്ട്. മാത്രമല്ല അത് പറഞ്ഞറിയിക്കാൻ കഴിയൂല. അങ്ങനത്തെ ഒരു ഇതാണ്. എത്രയായാലും നമ്മുടെ വീട്ടിലൊരു അമ്മ ഉണ്ടാകുമ്പോൾ നമുക്ക് എത്ര ഒരു പോസിറ്റിവിറ്റിയാ. നമുക്കിപ്പോൾ പുറത്ത് പോയി വരുമ്പോൾ നമ്മുടെ വീട്ടിൽ അമ്മയുണ്ട്. ഇപ്പോൾ പുറത്ത് ഇപ്പോൾ ദൃശ്യേച്ചിക്കെന്ന് വെച്ചാലും വീട്ടിൽ സ്വന്തം ഇപ്പോൾ കല്യാണം ഇപ്പോൾ എന്നെ സംബന്ധിച്ച് നോക്കുകയെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ അമ്മയില്ലാതെ എൻ്റെ വീട്ടിൽ പോകുമ്പോൾ അത് നമുക്ക് തീരെ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. പക്ഷെ നമ്മളിവിടെ സ്ഥിരം എന്നാലും നമുക്ക് ഇവിടെ അമ്മ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് അമ്മേനെ വീഡിയോ കോളിലൂടെയും നമ്മൾ ഇപ്പോൾ ഞാൻ അത്ര ദൂരെയാണെങ്കിൽ എപ്പോഴും പോകാനൊന്നും പറ്റില്ല. എന്നാലും നമ്മുടെ അമ്മേനെ വിളിച്ച് സംസാരിക്കുക അതൊക്കെ നമുക്ക് നടക്കും. പക്ഷെ നമ്മൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് നമ്മുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് അക്സെപ്റ്റ് ആക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാവും. കാരണം നമ്മൾ പുറത്ത് പോകാൻ വെച്ചാൽ അമ്മ എല്ലാത്തിനും സപ്പോർട്ടീവാണ്. കാരണം ഇപ്പോൾ ഞാൻ വലിയ പരിപാടി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അമ്മയാണ് ആദർശാൻ്റെ അടുത്ത് പറയുക, നീ ഒന്ന് ആരെയും ഒന്ന് കൊണ്ടുവരും, അതൊക്കെ ഒന്ന് കാണിച്ചു കൊണ്ടായോ, അവിടെ ഇങ്ങനെ പരിപാടി നടക്കുന്നുണ്ട്. പിന്നെ നമുക്ക് സിനിമയ്ക്ക് പോകാം. അമ്മ സിനിമയ്ക്ക് അങ്ങനെ വരാറില്ല, എന്നാലും അമ്മ പുതിയ സിനിമയ്ക്ക് അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. അമ്മ ഞങ്ങൾ എപ്പോഴും ഹാപ്പി ആയി നടക്കണം, ഹാപ്പി ആയിട്ടിരിക്കണം. നമുക്കിപ്പോൾ ഡ്രസ്സ് എടുക്കണം, നല്ല നല്ല ഡ്രസ്സ് ഇടണം, നല്ല എപ്പോഴും നല്ല ഒരുങ്ങി അടിപൊളിയായിട്ട് നടക്കണം എന്നുള്ളൊരു ഇതാണ് അമ്മയ്ക്ക് കേട്ടോ. അതിനൊക്കെ അമ്മ ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ ഇപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ നമ്മളിങ്ങനെ ഇപ്പോൾ സിനിമയ്ക്കൊക്കെ രാത്രി പോയി വരുമ്പോഴേ ഇവിടെ എത്താറാകുമ്പോൾ ഞാൻ അമ്മേനെ വിളിക്കും, അമ്മയെ വാതിൽ ഉറക്കും. അപ്പോൾ അമ്മ വന്ന് വാതിൽ നേരും, എന്നിട്ട് എങ്ങനെയുണ്ട് അതൊക്കെ ചോദിക്കും. ഒരു നേരെ പോയി കിടക്കും. അതൊക്കെ ഒരു എന്താ പറയുക, അതൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഇപ്പോൾ ഞങ്ങൾ സിനിമയ്ക്കൊക്കെ പോയി വന്നാൽ ഒറ്റയ്ക്ക് വാതിൽ ഉറക്കുക, അതൊക്കെ നമുക്കൊരു അക്സെപ്റ്റാക്കി വരാൻ കുറച്ച് ടൈം എടുക്കും, സെറ്റായിട്ട് വരണം. പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുള്ള കാര്യം, കുറേ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ അറിയാത്തതുകൊണ്ടായിരിക്കും അച്ഛൻ്റെ കാര്യം കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അച്ഛൻ എന്താ പറ്റിയത്, എങ്ങനെയാണ്, എന്താണെന്നൊക്കെ ചോദിച്ചിട്ട്. അത് അച്ഛനെ പറ്റിയിട്ട് പറയാനാകുമ്പോണ്ടല്ലോ ഞാൻ എന്തായാലും അച്ഛനെ പറ്റിയിട്ട് ഒരു വീഡിയോയ്ക്ക് ചെയ്യണം. കാരണം കുറേ ആൾക്കാർക്ക് കുറേ കമൻസിട്ട് നെഗറ്റീവ് കമൻസ് അച്ഛനെ വെച്ച് ഓടിക്കുന്നുണ്ട്. അത് എനിക്ക് അച്ഛൻ മരിച്ചിട്ടിപ്പം ഒരു 2-3 വർഷമായി. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും വലുത് മീൻസ് അങ്ങനെയല്ല, ഏറ്റവും കൂടുതൽ എൻ്റെ ലൈഫിലേക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ തന്നിട്ട് അച്ഛനാണ്. ഇപ്പം നെഗറ്റീവ് ഉണ്ടായിട്ടുണ്ടെങ്കിലും പക്ഷെ എന്താ പറയുക, അതിലൊക്കെ ഒരു പോസിറ്റീവ് ഉണ്ട് എന്ന് എനിക്കിപ്പം മനസ്സിലാവുന്നുണ്ട് വലുതായപ്പോൾ. ചെറുപ്പത്തിൽ ഞാൻ അച്ഛനൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ ദേഷ്യപ്പെടുമ്പോഴൊക്കെ ഞാൻ ആയിരിക്കും ഇതെന്താ അങ്ങനെ അച്ഛൻ ചെയ്യുന്നത്. പക്ഷേ അതൊക്കെ ശരിക്കും ഓല് ആ സമയത്ത് ചെയ്തത് സെയിം സാധനങ്ങൾ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അതാ ഒരു സമയത്ത് നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന കുറേ സ്വഭാവങ്ങളും അത് കുറച്ചൊക്കെ നമ്മൾ സ്ട്രിക്റ്റ് ആവണം, എന്നാലേ ഒക്കെ റെഡി ആവുള്ളൂ. അച്ഛനെ പറ്റിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്യും. കാരണം അച്ഛൻ എന്ത് പറ്റിയതാണെന്നും അത് അച്ഛന് ഒരിക്കലും വരേണ്ട ഒരു മരണമല്ല അത് ഉണ്ടായിരുന്നത്. അത് ആ ഒരു സമയത്തിൻ്റെ ഒരു കേടും പിന്നെ അങ്ങനെ ഒരു സിറ്റുവേഷൻ. അച്ഛൻ അതിന് മാത്രം വയസ്സായിട്ടൊന്നുമില്ല. അതുപോലെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്യാം. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അച്ഛനെ പറ്റിയിട്ട് പറയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നെഗറ്റീവായിട്ട് പറയാൻ മാത്രമുള്ള ക്യാരക്ടേഴ്സൊന്നും അച്ഛനില്ല. അച്ഛൻ പിന്നെ കുറച്ച് ദേഷ്യപ്പെടും. ആ ദേഷ്യപ്പെടുന്നത് നമ്മുടെ അടുത്ത് തെറ്റുള്ളതുകൊണ്ടാണെന്ന് നമുക്ക് നല്ലോണം അറിയാം. പിന്നെ പറഞ്ഞാൽ ആ സമയത്ത് നമുക്ക് തെറ്റും ശരി മനസ്സിലാക്കാൻ പറ്റാത്തൊരു സമയത്ത് അതൊക്കെ നമ്മുടെ ഒരു ചിന്തയിലൊരു വിഷമം ഉണ്ടാക്കുന്ന രീതി. അതിപ്പോൾ ചിന്തിക്കുമ്പോൾ എൻ്റെ അടുത്ത് ആ തെറ്റുണ്ടായിരുന്നു, ഞാനത് തിരുത്തിയെങ്കിൽ അച്ഛനോട് അന്ന് ചീത്ത കേൾക്കില്ലല്ലോ എന്നുള്ള സംഭവമൊക്കെ മനസ്സിലാവുന്നുണ്ട്. പിന്നെ അതേപോലെ കുറേ ആൾക്കാർ ചോദിച്ച് വീഡിയോസിലൊക്കെ ഭയങ്കര സെഡായിട്ടിരിക്കുന്നത് എന്താ സംഭവം എന്താ വെച്ചാൽ വിഷമം ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരിക്കലും എനിക്കിപ്പോൾ അല്ലേ വിഷമം വന്ന് എനിക്ക് പെട്ടെന്ന് ചിരിച്ചിട്ടാക്കാൻ പറ്റും. എൻ്റെ മുഖം പെട്ടെന്ന് മനസ്സിലാവും, ഏതൊരാൾക്കും മനസ്സിലാവും. അത് അമ്മയ്ക്കും ഒക്കെ പെട്ടെന്ന് മനസ്സിലാവും. കാരണം എന്താ വെച്ചാൽ അതാണ് എൻ്റെ അമ്മേൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ. കാരണം ഞാൻ എന്തെങ്കിലും കാര്യത്തിന് വിഷമിച്ചോ അമ്മയ്ക്ക് അത് സ്പോട്ടിൽ മനസ്സിലാവും. അമ്മ എന്നോട് എന്താ പറയുക പ്രശ്നം എന്നുള്ളൊരു കാര്യം എന്നോട് ചോദിക്കും. അതേപോലെ തന്നെ ആയിട്ട് കുറേ ആൾക്കാർ ഇപ്പം വീഡിയോസ് കണ്ടിട്ട് ചോദിച്ചപ്പം എന്തിനാ വിഷമിച്ചിരിക്കുന്നത് അവർക്ക് തന്നെ മനസ്സിലാവുന്നതുകൊണ്ടായിരിക്കും അവരോട് ചോദിക്കുന്നത്. എന്തായാലും ഇപ്പം അമ്മ എന്ന് പറയുന്നൊരു ജീവിതത്തിൽ നമുക്ക് ഈ അമ്മ അച്ഛൻ എന്നൊക്കെ പറഞ്ഞാലിപ്പം എന്താ പറയുക ഒരൊറ്റ വട്ടം കിട്ടുന്നതാണ് ജന്മം നൽകുന്നവർക്ക്. അപ്പോൾ ആ ഒരു ഇതിൽ വെച്ച് നോക്കുമ്പോൾ എനിക്ക് എൻ്റെ അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും അടിപൊളിയായിരുന്നു. അപ്പോൾ ഒരു അച്ഛൻ മരിച്ച് പിന്നെ അമ്മ മാത്രം ഉണ്ടായിരുന്നു. ഇപ്പോൾ അമ്മ മാരേജ് കഴിഞ്ഞ് പോയി. ഇപ്പം സത്യം പറഞ്ഞാൽ ഇപ്പം എനിക്കെന്ന് പറയാൻ ഇപ്പം എന്താ പറയുക ഈ വൈഫായിട്ട് ഇവരെല്ലാവരും ഉണ്ട്. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഈ ഒരു ബേസിൽ നോക്കുമ്പോൾ എനിക്കെന്ന് പറയാൻ ഞാൻ ഒറ്റപ്പെട്ട് പോയ പോലെ ഒരു വല്ലാത്തൊരു ഫീലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. എനിക്കൊരു ആവശ്യം വരുമ്പോൾ. പക്ഷെ അതിൽ നിന്നൊക്കെ
മാറണം കേട്ടോ. പിന്നെ കുറേ മേമമാരൊക്കെ വിളിച്ച് പാപ്പമാരൊക്കെ വിളിക്കുന്നുണ്ട് എല്ലാ കാര്യത്തിനും ഓരൊക്കെ ഉണ്ടാവുന്നു അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര കുറെ പേര് ചോദിച്ചായിരുന്നാണ് ഇത് അമ്മയുടെ കല്യാണം കഴിഞ്ഞ് വെച്ചാൽ നമ്മുടെ തറവേട്ടുകാരായിട്ട് നമ്മൾ ഇനി അകൽച്ച വീഡിയോ. എനിക്ക് വന്നത് ഒന്നും കൂടി എല്ലാവരും എന്നെ വിളിക്കാനൊക്കെ തുടങ്ങി. എല്ലാം വിളിക്കും കേട്ടോ. ഞാൻ പിന്നെ ആരെങ്കിലും വിളിച്ചിരിക്കലൊന്നുമില്ല. പക്ഷെ ഇത് കഴിഞ്ഞ ശേഷം ഇപ്പം ഇപ്പൊ എടുത്തു പറയേണ്ട സന്ധ്യ മേമൊക്കെ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. അപ്പോൾ വലിയച്ഛന്മാരും ബാബുലിച്ചനും അങ്ങനെ എല്ലാവരും എന്നെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ വിളിക്കുമ്പോൾ നമുക്കൊരു ഫീലാണ്. കാരണം അച്ഛൻ പിന്നെ നോക്കുന്നത് പോലത്തെ ഒരു ഫീൽ എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഞാനും ഭയങ്കര ഷോക്കായിട്ട് ഡെസ്പായിട്ട് നിൽക്കുമ്പോൾ സന്ധ്യ എന്നെ വിളിച്ച് 2 വട്ടം. ഞാൻ സത്യം പറഞ്ഞാൽ ഫോണ് കണ്ടിട്ട് എടുക്കാൻ എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഇന്നൊന്ന് വിളിച്ചപ്പോൾ മേമനോട് മേമൻ്റെ അനിയനാണല്ലോ, ഏട്ടൻ അനിയനോ അച്ഛൻ ഏട്ടൻ അപ്പോൾ ആ ഒരു മേമന് പറഞ്ഞ എനിക്ക് അപ്പം അങ്ങനെ തോന്നി, ഈ വിഷമത്തിലേക്കും തോന്നി പറഞ്ഞു. അപ്പം ഒക്കെ കാണുമ്പോൾ ഒരു ഫീലിംഗ് ആണ്. കാരണം എന്താ പറയുക, ഇപ്പോൾ അതങ്ങനെ ഇങ്ങനെ വിശദീകരിക്കാൻ പറ്റുന്നില്ല. ബാക്കിയുള്ളതൊക്കെ പിന്നെ നമുക്ക് ഏതൊരു സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്തേ പറ്റുള്ളൂ. ഇപ്പം അച്ഛൻ മരിച്ചതിനേക്കാളും വലിയൊരു ഫീലിംഗ് ഒന്നും അല്ലല്ലോ ഇത്. അച്ഛൻ മരിച്ചിട്ട് ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ അച്ഛനെ പോലത്തെ ഒരു ടൈപ്പായിട്ടാണ് ജീവിച്ചത്. ഇപ്പോൾ അച്ഛൻ എങ്ങനെയാണ് അതിൻ്റെ ഒരു കോപ്പി ആയിട്ട്. അപ്പോൾ എന്താ പറയുക, അച്ഛന് ഞാനും അച്ഛനുണ്ടാക്കും, സ്നേഹിക്കും. ഇപ്പോൾ അച്ഛൻ എപ്പോഴും 2 അടിക്കണമെങ്കിൽ പോലും അച്ഛൻ ഇപ്പോൾ എന്താ പറയുക എന്നോട് സ്വകാര്യമായിട്ട് അപ്പോൾ നമുക്കൊന്ന് പോയി വരാം, ഈ വണ്ടി ഓടിക്കുക. എന്താ വെച്ചാൽ വെള്ളം അടിച്ചാൽ എന്തായാലും വണ്ടി ഓടിക്കാൻ പറ്റില്ല. അപ്പോൾ അച്ഛൻ ഇപ്പോൾ ഒരു കമ്പനി ഇടയിൽ കൂടാൻ പോകണൊക്കെ, ഇപ്പോൾ ഉത്സവപ്പറമ്പിൽ പോകാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും അച്ഛനൊപ്പം ഞാൻ പോകും. എന്താ വെച്ചാൽ അച്ഛന് വണ്ടി ഓടിക്കാൻ പറ്റില്ല എല്ലാ സമയത്തും. അപ്പോൾ അങ്ങനെ ഞാൻ പോലും വരെ. അപ്പോൾ നമ്മൾ ആ സമയത്ത് ഒന്നും കൂടി അടുക്കുക അച്ഛൻ ഞാൻ തമ്മിലൊക്കെ അയച്ച്. ഇപ്പം ചേച്ചി പറഞ്ഞൊരു എൻ്റെ ചേച്ചി പറഞ്ഞൊരു കാര്യമാണ്, അച്ഛൻ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. അച്ഛൻ സ്ട്രോങ് ആണെന്ന് പറയാൻ കാരണം അവളെ സംബന്ധിച്ചിടത്തോളം സ്ട്രോങ് ആണെന്ന് പറയേണ്ടി വരും. കാരണം അവൾ ആ ഫേസൊക്കെ കൂടുതലും കാണുന്നത്. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പൊതുവെ എല്ലാവരും വണ്ടിയിൽ 2 അടിച്ചു കഴിഞ്ഞാൽ സത്യം പറയും, അതേപോലെ തന്നെ സ്നേഹം കൂടും എന്നുള്ള കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെ അച്ഛന് ആ സമയത്ത് സ്നേഹം കൂടുതൽ കാണുമ്പോഴും ഒക്കെ നമ്മളത്തേക്ക് കുറേ പോസിറ്റീവായിട്ട് സംസാരിച്ചു. അച്ഛൻ്റെ സെയിം കോപ്പിയാണ് ലുക്കിലും അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ അച്ഛൻ്റെ പോലെയാണ്. പക്ഷെ അമ്മ എപ്പോഴും പറയുന്ന കാര്യമാണ്, ചില സ്വഭാവങ്ങളിൽ അച്ഛൻ്റെ നേരെ ഓപ്പോസിറ്റ് സ്വഭാവമാണ് ആദർശം. കാരണം എൻ്റെ അടുത്തുള്ള ഒരു ക്യാരക്ടർ കേട്ടോ. കാരണം അച്ഛൻ ഇപ്പം അമ്മേനൊക്കെ അച്ഛൻ എല്ലാതും കസിൻസിൻ്റെ ഒപ്പമൊക്കെ അച്ഛനെങ്കിൽ വലിയ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അമ്മ എല്ലാവരുടെ ഒപ്പം പോവാ, അച്ഛൻ്റെ ഒപ്പം അല്ല. പക്ഷെ ആദർശേട്ടൻ നേരെ തിരിച്ചാണ്. ആദർശേട്ടൻ എന്നെ ഒപ്പം പിടിച്ചിട്ട് എന്നെ പോവാറുള്ളൂ, എൻ്റെ അടുത്തുനിന്ന് മാറി നിൽക്കത്തേ ഇല്ല. എന്താ പറയുക, നമ്മളെവിടെ പോയാലും സേഫ് ആയിട്ട് നോക്കണം. അക്കാര്യത്തിലൊന്നും ഞാൻ എന്താ പറയുക അച്ഛനും സേഫ് ആയിട്ടൊക്കെ തന്നെ നോക്കിയിട്ടുണ്ട്. പിന്നെ അച്ഛൻ അധികം എന്താ വെച്ചാൽ ഞാൻ ഉള്ളപ്പോൾ ഞാൻ ചെറുപ്പം തൊട്ടേ വലിയ അമ്മേനൊക്കെ എവിടെ പോയാലും ഞാൻ മറ്റേ ഭയങ്കര സംഭവമായി പ്രൊട്ടക്ട് ചെയ്തിട്ട് ഇങ്ങനെ പോകുന്നതുകൊണ്ട് എവിടെ പോയാലും നോക്കും അമ്മയുടെ സേഫല്ലേ. ആ നോട്ടം നോക്കുന്നതുകൊണ്ട് തന്നെ അച്ഛന് ആ ഒരു കാര്യത്തിൽ കുറേ സേഫ് ആയിരുന്നു. ഇപ്പോൾ ഞാൻ ഇപ്പോൾ എനിക്കൊരു മോണ്ടായിട്ട് കുറച്ച് വലുതായി കഴിയുമ്പം മോൻ ഇപ്പോൾ ഇവിടെ നല്ല നോക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇത്ര ഇത് വരില്ലല്ലോ. ഇപ്പം ഞാൻ ഫേസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ എവിടെ പോയി കഴിഞ്ഞാലും ഇവിടെ ഹാപ്പിയാണോ അല്ലെങ്കിൽ ഒറ്റയ്ക്കല്ലല്ലോ. ഇപ്പൊ ഡ്രസ്സിന്റെ ഇപ്പൊ ഞാൻ ഡ്രസ്സിങ് ആയാലും ഒക്കെ ആദർശേണ്ട കണ്ണുകൈണ്ടാവും. ഞാൻ ഏതാണ് ഇടണേ എന്താണ് ഇടണേ ഇപ്പൊ അതിലൊക്കെ. അപ്പൊ അമ്മേനെ പറയും അപ്പോ ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ എന്തായിരുന്നു, നിങ്ങൾക്ക് ഇത് എങ്ങനെ കിട്ടി ഈ സ്വഭാവം എന്നൊക്കെ അമ്മ എന്നെ ചോദിക്കാറുണ്ട് കേട്ടോ. ഇന്നത്തെ ചുറ്റുവട്ടമൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പൊ നമ്മള് നോക്കേണ്ടത് നോക്കിയാല് ബാക്കി മറ്റുള്ളവർ നോക്കണ്ട നിന്നോളൂ. അതുകൊണ്ട് നമ്മൾ നോക്കണം. അതല്ലാണ്ട് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ എല്ലാവരും അങ്ങനെ തന്നെ. അല്ലാണ്ട് പക്ക അഴിച്ചുവിടാനൊന്നും നമ്മ പറ്റൂലല്ലോ. തൃശ്ശൂർ അമ്മേനെ വിളിക്കട്ടോ. അതാണ് ലാസ്റ്റത്തെ അടവ്. എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞു വെച്ചാൽ ഞാൻ അപ്പം അമ്മേനെ വിളിക്കും. കാരണം ഇവര് 2 പേരുടെയും സ്വഭാവം ഉണ്ടല്ലോ കറക്റ്റ്. ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ എൻ്റെ അമ്മ എന്ന് വെച്ചാൽ കുറച്ച് എല്ലാത്തിലും ഇങ്ങനെ നമ്മളതിനെ കുറച്ച് ഇതായിട്ട് പിടിക്കണതാണ്. അത് നല്ലതാട്ടോ സംഭവം. എന്താ വെച്ചാൽ അങ്ങനെ നോക്കുന്നുണ്ടല്ലേ നമ്മൾ സെക്യൂർഡ് ആയിട്ട് നിൽക്കും. മറ്റേതല്ലേ എല്ലാത്തിനോട് അയച്ചു വിട്ട് കഴിഞ്ഞാലല്ലേ ഇവർ സ്വഭാവം മാറും, നശിച്ച സ്വഭാവം. ഇപ്പൊ അമ്മ അവിടെ നിന്ന് നല്ലോണം നോക്കിട്ടോ. അമ്മ നോക്കിക്കൊണ്ടാണ് ഞാൻ വിചാരിച്ചതേ അമ്മയുടെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായി തന്നെ അമ്മയുടെ സെയിം സ്വഭാവം ഞാൻ ആദർശമായിട്ട്. അയ്യോ ഞാനിപ്പോ പ്രഗ്നന്റ് ആയ സമയത്തൊക്കെ ഞാൻ തിരിയാനും മറിയാനും ഇവിടെ ഒരാൾ അപ്പുറത്തും ഇപ്പുറത്തും ഒരാൾ ഇങ്ങോട്ട് തിരിയുമ്പോ പറയുമ്പോ ഞങ്ങോട്ട് തിരിയാൻ പാടില്ല. അപ്പോഴേക്കും ഇപ്പുറത്തെ ആൾ ഇങ്ങോട്ട് അയ്യോ എന്നെ മെന്റലി 2 എണ്ണം കൂടി ടോർച്ചർ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ സ്നേഹം ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ എന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. പല കാര്യങ്ങളും ഉണ്ട് ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്താ വെച്ചാൽ എല്ലാത്തിനും ടോർച്ചർ ചെയ്യുന്നല്ല കേട്ടോ. അതായത് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾക്കാണെങ്കിലും എന്തിനാണെങ്കിലും നമ്മളത് മരുന്ന് കുടിക്കുന്നതിനും അതൊക്കെ ശ്രദ്ധിക്കണ്ടേ. ഇപ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ
ഇപ്പോഴും ഇങ്ങനെ പറയുന്നത് കുറച്ച് പേര് റെഡി ആവണമല്ലോ. പിന്നെ ഡ്രസ്സിങ്ങിൻ്റെ കാര്യമൊക്കെ എന്ന് പറയുമ്പോൾ നല്ല രീതിക്ക് ഡ്രസ്സ് ചെയ്താലും ബാക്കിയൊരു കുഴപ്പമില്ല. പിന്നെ ബാക്കിയുള്ളവർ അത് ഇടുന്നുണ്ട് ഇത് ഇടുന്നുണ്ട് കണ്ടിട്ട് അതേപോലെ ഇപ്പം നമ്മൾ അതിർന്നൊക്കെ പറഞ്ഞാലേ ടോക്സിക് ആവരുത്. നല്ല ടീമാ പറയുന്നത് ടോക്സിക് ആവരുത്. പിന്നെന്താ അത്രയൊക്കെ. പിന്നെ കുറെ നമുക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആട്ടോ വന്നേക്കുന്നത്. കൂടുതലായിട്ട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ വന്നില്ല. അപ്പൊ അതിനൊക്കെ നമ്മൾ വലിച്ചു നീട്ടിയിട്ട് കുറെ ഇതാക്കുകയും ചെയ്യരുതല്ലോ. അപ്പൊ സിമ്പിൾ ആയിട്ട് ഇത്രയല്ലോ അതിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ അമ്മേന്റെ കാര്യം ചോദിച്ചിട്ടാ. അമ്മേന്റെ അതൊക്കെ ഇപ്പൊ എന്താ പറയാ നമുക്ക് എത്ര സംസാരിച്ചാലും ഇപ്പൊ 1 മണിക്കൂർ 2 മണിക്കൂർ നമ്മൾ ഇന്ന് സംസാരിക്കാണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ടാവും. പക്ഷെ അതൊക്കെ ഇപ്പൊ എത്രയും വലിച്ചു നീട്ടാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ ലൈഫ് ഇനിയും ഉണ്ടല്ലോ, കുറെ മുന്നോട്ടുണ്ടല്ലോ. അപ്പൊ ഓരോ ദിവസങ്ങളിൽ നമുക്ക് ഓരോരോ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവാം. പിന്നെ ഞങ്ങൾ എങ്ങനെയാണ് കണ്ടുമുട്ടിയെ, ഞങ്ങളുടെ മാരേജ് വീഡിയോ ഇടുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇനിയും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ബൈ.